ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ട് വന്നിരുന്ന് ക്ലാസ് കാണാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഒന്ന് കട്ടൻ ചായ അടിച്ച് ഒന്ന് സെറ്റായിട്ട് ഒന്ന് ഉഷാറായിട്ട് ഇരുന്നോ. ഇന്നലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസിലൂടെ സെറ്റാക്കി ചെയ്ത് ചാപ്റ്റേഴ്സ് ഏകദേശം ഒക്കെ ക്ലിയർ ആണ്, സെറ്റാണ്. അപ്പോൾ ഇനി മറന്നിട്ടില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മൊത്തം ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോവുക, എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് കിട്ടുന്നില്ല എന്ന് ഉറപ്പിക്കുക, ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പോവുക, സൂപ്പറായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആദ്യമേ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന നേരുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. സോ നമുക്ക് തുടങ്ങാം. ഓരോരോ ചാപ്റ്ററിലൂടെ അടിപൊളിയായിട്ട് പോവാം. ഈ ചാപ്റ്ററിലത്തെ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. വേഗത്തിൽ നമുക്ക് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്യിക്കുന്നുള്ളൂ. സോ മക്കളെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ രണ്ട് ചാപ്റ്റർ ഉണ്ടല്ലോ, ആദ്യത്തെ രണ്ട് ഓർഗാനിക് ചാപ്റ്റർ ഉണ്ടല്ലോ, ആ രണ്ട് ഓർഗാനിക് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം രണ്ടും ഓർഗാനിക് ആയതുകൊണ്ട് രണ്ടും മിക്സ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സോ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഇതാണ്: എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് ഇതിൽ മൈൻഡിൽ സെറ്റ് ആവേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഇത് എക്സാം ഹാളിൽ തെറ്റാണ്ടിരിക്കാൻ വേണ്ടി, പ്രൊപ്പൈൻ എന്താണെന്ന് മക്കൾക്ക് നിർബന്ധമായിട്ടും അറിയണം. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആണെന്നും അയിൻ എന്ന് പറയുന്ന ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലാവും. സോ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ CH3 C ട്രിപ്പിൾ ബോണ്ട് CH ആണെന്ന് അറിഞ്ഞ് കഴിയണം. ഇത് അറിയൂലെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കണം. 3 കാർബൺ ആദ്യം എഴുതുക. ആ 3 കാർബണിൽ 2 കാർബണിൻ്റെ എടുക്കുക. ആദ്യത്തെ 2 കാർബണിൻ്റെ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെയോ അവിടെയോ രണ്ടായാലും. പിന്നെ ഇവിടുന്ന് തുടങ്ങുമ്പോഴും 1 ആണ്, ഇവിടുന്ന് തുടങ്ങുമ്പോഴും നമ്പർ 1 ആണ്. സോ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുന്നു. ബാക്കി കാർബണിൻ്റെ വാലൻസിക്ക് അനുസരിച്ച് ഹൈഡ്രജൻ കൊടുക്കുന്നു. അതെൻ്റെ മക്കൾക്ക് അറിയാം. ഇനി ഇതിലേക്ക് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്ന 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, 1 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബോണ്ട് പൊട്ടും. അപ്പോൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബോണ്ട് പൊട്ടും. സോ 1 ബോണ്ട് ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1 മോൾ H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബോണ്ട് പൊട്ടിയിട്ട് ഇവിടേക്കും H കയറും. ഇനി 2 മോളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ബോണ്ടും പൊട്ടും, എന്നിട്ട് രണ്ടാമത്തെ H കയറും. അങ്ങനെ 2H2 എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 H ഉണ്ടല്ലോ. സോ 1 ബോണ്ട് പൊട്ടി 2 H കയറി, രണ്ടാമത്തെ ബോണ്ടും പൊട്ടി 2 H കയറി, കാരണം 2 മോൾ H2 ചേർത്തത് കൊണ്ട്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് CH3 CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് കിട്ടും, അഥവാ പ്രൊപ്പൈൻ കിട്ടും. സോ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നു. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് പ്രൊപ്പൈൻ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി അതിൻ്റെ ആ ഓർ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കിക്കേ. ഓർ ക്വസ്റ്റ്യൻ എന്താ? ഈഥൈൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ. ഇനി ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞാൽ ചോദിക്കാത്ത കാര്യം, H2 ആഡ് ചെയ്ത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത റിയാക്ഷൻ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത ഒരാൾ ആഡ് ചെയ്ത റിയാക്ഷൻ ആയതുകൊണ്ട് ഈ റിയാക്ഷൻസ് നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ റിയാക്ഷൻസ് നമ്മൾ എന്താ വിളിക്കുക? അഡീഷൻ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുക. അതും സെറ്റാണേ. ഈഥൈൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഈഥൈൻ എന്ന് പറയുന്ന ആൾ അറിയണം നിങ്ങൾക്ക്, അയാൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്. വീണ്ടും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അഥവാ ഈഥൈനുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുന്നു, അതിൻ്റെ IUPAC നെയിം എഴുതുക. സോ നോക്കിക്കേ, ഈഥൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈഥൈൻ എന്ന് പറഞ്ഞാൽ CH3 ആണ്. ഓക്കെ, ദെൻ അതിലേക്ക് ആരെയാണ് ചേർത്തത്? ക്ലോറിനെയാണ് ചേർത്തത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നൊരു കാര്യമാണെങ്കിലും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചോ, ക്ലോറിൻ ആഡ് ചെയ്യുന്ന ഇങ്ങനത്തെ റിയാക്ഷനുകളെല്ലാം ആൽക്കൈനിലേക്ക്, സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലേക്ക് ക്ലോറിൻ ചേർക്കുന്ന റിയാക്ഷനുകളെല്ലാം ലൈറ്റ് ആയിരിക്കും കാറ്റലിസ്റ്റ് ആയിട്ട് വരിക. അതാർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ അതും കൂടെ ഓർത്ത് വെച്ചോ. സോ ആ ലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ, CH3 ക്ലോറിൻ ലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ക്ലോറിൻ കയറുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നടക്കുക. സോ CH3, ആ CH3 എന്നുള്ളത് ഒരു H ഇവിടുന്ന് പോകും, എന്നിട്ട് പകരം ഒരു ക്ലോറിൻ കയറും. അപ്പോൾ CH3 CH2Cl എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ബൈ പ്രോഡക്റ്റ് അവിടെ എഴുതണം നിർബന്ധമില്ല. CH3 CH2Cl കിട്ടും, പ്ലസ് HCl ആണ് ബൈ പ്രോഡക്റ്റ്. അതല്ല ചോദിച്ചത് ഇതാണ്. സോ CH3 CH2Cl എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കും. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി പ്രൊഡക്റ്റ് എന്നാണ്. ഇത് ഈഥൈൻ ആയിരുന്നു, ആ ഈഥൈനിലേക്ക് ഒരു ക്ലോറിൻ കയറി. സോ 1 ക്ലോറോ ഈഥൈൻ. അതിൽ 1 പറയേണ്ട ആവശ്യമില്ല. സോ IUPAC നെയിം എന്തായിട്ട് മാറും? ക്ലോറോ ഈഥൈൻ എന്നായിട്ട് മാറും. മക്കളെ സെറ്റ് അല്ലേ മക്കളെ ഈ 2 ക്വസ്റ്റ്യനും? സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ ആ ഒരു പോയിന്റ് ക്ലിയർ ആണ്. നെക്സ്റ്റ് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലുള്ള ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ തന്നെയാണ്. നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അഥവാ ഐസോമറിസം എന്ന് പറയുന്ന നെയിമിങ് ഐസോമറിസം എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇതേപോലെ ഒരു സ്ട്രക്ചർ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്.
ഈ ഗിവൺ കോമ്പൗണ്ടിൽ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദി മെയിൻ ചെയിൻ? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ചോദ്യം മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 ഉള്ളൂ, 1 2 3 4 5 6, ഇങ്ങനെ എടുത്താൽ 6 ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ചെയിൻ. സോ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? മെയിൻ ചെയിനിൽ 6 കാർബൺ ഉണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, മെയിൻ ചെയിനിൽ 6 കാർബൺ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഇതിന്റെ പേരെന്താണ്? ബ്രാഞ്ച് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ പേരെന്താണ്? 1 കാർബണാണ് ബ്രാഞ്ചിലെങ്കിൽ മീതൈലാണ്, 2 കാർബണാണ് ബ്രാഞ്ചിലെങ്കിൽ ഈതൈലാണ്. സോ ബ്രാഞ്ചിങ് ഗ്രൂപ്പിന്റെ പേര് ഈതൈൽ എന്നാണ്. ഈതൈൽ എന്നാണ് ബ്രാഞ്ചിങ് ഗ്രൂപ്പിന്റെ പേര്. ചിലപ്പോൾ ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം, ആ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നമ്പർ എത്രയാണ്, അതിന്റെ പൊസിഷൻ എത്രയാണ്? 1 2 3. ഇത് മൂന്നാമത്തെയാണ്. ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3 4. ഇവിടുന്ന് എണ്ണുമ്പോൾ 4 ആണ്. 4 ഈ ഭാഗത്ത് നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. ഇവിടുന്ന് താഴത്തു നിന്ന് എണ്ണുമ്പോൾ 3ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. നമ്മൾ 3 അല്ലേ എടുക്കുക, ചെറിയ നമ്പർ അല്ലേ എടുക്കുക. സോ 3ാമത്തെ പൊസിഷനാണ്. അപ്പോൾ പൊസിഷൻ നമ്പർ ചോദിച്ചിരുന്നെങ്കിൽ 3 എന്നും കൂടെ മക്കൾ ആൻസർ എഴുതണം. ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരാവുന്നതാണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മക്കൾ സെറ്റ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കടാ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. 1 molecule of an organic compound contains 4 carbon atoms, 10 hydrogen atoms and 1 oxygen atom. ഒരു 4 കാർബൺ ആറ്റങ്ങളുണ്ട്, 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 4 കാർബൺ എന്ന് പറയുമ്പോഴേക്കേ നിങ്ങൾ ആൻസർ ഷീറ്റിൽ 4 കാർബൺ അങ്ങ് എഴുതുക. ദെൻ 10 ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ്റെ എണ്ണം നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഹൈഡ്രജൻ്റെ എണ്ണം ഓട്ടോമാറ്റിക്കലി നമ്മൾ വാലൻസി കംപ്ലീറ്റ് ആക്കുമ്പോൾ സെറ്റ് ആവും. ദെൻ നിങ്ങൾ എഴുതേണ്ടത് ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. പക്ഷേ ആ ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, OH ആണ്. സോ ആ OH നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. എവിടെയാണ് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല. സോ OH നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. സോ 4 കാർബൺ ഉണ്ട്. ആ 4 കാർബണിൽ ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അഥവാ OH ആണ്. ഇനി ബാക്കി ഹൈഡ്രജൻ വാലൻസി പ്രകാരം എഴുതുമ്പോൾ ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2. ടോട്ടൽ ഹൈഡ്രജൻ എണ്ണിക്കേ 10 കിട്ടുന്നില്ലേ? നോക്കിക്കേ, 10 കിട്ടിയിട്ടുണ്ടാവും. സോ കാർബണിൻ്റെ എണ്ണവും OHും വന്നു, ഹൈഡ്രജൻ്റെ എണ്ണം 10 വന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. അതാണ് നമ്മൾ എഴുതിയത്. CH3, CH2, 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 OH. അത് നമ്മൾ എഴുതി. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ഓർഗാനിക് കോമ്പൗണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലത്തെ മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ എഴുതണം വിത്ത് ദി സെയിം മോളിക്കുലർ ഫോർമുല. ഫോർമുല തെറ്റാൻ പാടില്ല. 4 കാർബൺ ആറ്റം തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ, 10 ഹൈഡ്രജൻ ആറ്റം തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ, 1 ഓക്സിജൻ ഉണ്ടാവാൻ പാടുള്ളൂ. C4H10O ആണ് ആ ചോദ്യം. സോ അതേ മോളിക്കുലർ ഫോർമുല വരണം, ബട്ട് ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഐസോമറീസ് ആണ് ചോദിച്ചത്. ഇതേ മോളിക്കുലർ ഫോർമുല വരുന്ന കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മറ്റൊരു ഫങ്ഷണൽ ഐസോമർ എഴുതുക എന്ന് പറയുന്നതിന് പകരം ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ കുട്ടികളൊന്നും ശ്രദ്ധിക്കട്ടെ, ഒന്നും തിരിച്ച് ചോദിക്കാം. അങ്ങനെ എളുപ്പത്തിൽ ചോദിച്ച് കുട്ടികൾ രക്ഷപ്പെടണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് തിരിച്ചു മറിച്ച് ചോദിക്കുന്നു. പറഞ്ഞാൽ ലോജിക്കലി നിങ്ങൾ സെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ വന്ന OHന് പകരം ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറ്റിയിട്ട് മറ്റൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ OHന് പകരം ഓക്സിജൻ വെച്ച് എഴുതണം. വേറൊരു കൺഫ്യൂഷനും വേണ്ട. 4 കാർബൺ തന്നെ നിങ്ങൾ കൊടുക്കുക. ഈ 4 കാർബൺ കൊടുത്തിട്ട് അടുത്ത് OH മാറ്റിയിട്ട് ഓക്സിജൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ എപ്പോഴും ഇൻ ബിറ്റ്വീനേ വരൂ, അറ്റത്ത് വരില്ല. സോ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. സോ ആ ബോണ്ട് അങ്ങ് മായച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഇവിടെ കൊടുക്കുന്നു. ദെൻ ബാക്കി CH3, CH2, CH2, CH3 എന്ന് കൊടുക്കുന്നു. സോ സെക്കൻഡ് പോയിന്റും സെറ്റ് ആവുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ്, ഇതിൻ്റെ പേരൊക്കെ അറിയാമല്ലോ. ഇതിൻ്റെ പേര് മീതോക്സി പ്രൊപ്പെയിൻ, ഇതിൻ്റെ പേര് ബ്യൂട്ടനോൾ, ഒക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലർ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി നിങ്ങൾ സ്ട്രക്ചർ എഴുതണം. Write the structural formula of a pair of position isomers with this molecular formula. ഈ മോളിക്കുലർ ഫോർമുല വെച്ചിട്ടുള്ള പൊസിഷൻ ഐസോമേഴ്സ് എഴുതുക. ഈ മോളിക്കുലർ ഫോർമുല വെച്ചിട്ടുള്ള ഏതെങ്കിലും 2 പൊസിഷൻ ഐസോമേഴ്സ് എഴുതുക. ഒന്നുകിൽ ഇത് വെച്ചിട്ട് പൊസിഷൻ ഐസോമർ എഴുതാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എഴുതാം. ഓക്സിജനെ വെച്ചിട്ട് എഴുതുന്ന പൊസിഷൻ ഐസോമറിനെ മെറ്റാമർ എന്നാണ് വിളിക്കുക. അത് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് OH വെച്ചിട്ട് പൊസിഷൻ ഐസോമർ എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ പെയർ എഴുതാൻ പറയുമ്പോൾ 2 എഴുതണേ, ഒന്ന് ഇതന്നെ എഴുതണം, ഒന്ന് ഇതന്നെ എടുത്ത് എഴുതുക. ദെൻ അപ്പോൾ ഇതാണ് ഒന്ന് എടുത്ത് എഴുതേണ്ടത്. CH3, CH2, 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 OH. ഇതാണ് ഒരു ഐസോമർ. ഇതിൻ്റെ പൊസിഷൻ എഴുതാൻ പറഞ്ഞാൽ OHൻ്റെ പൊസിഷൻ ഇപ്പോൾ ഒന്നാമത്തെ കാർബണാണ്, അത് മാറ്റിയിട്ട് 2ലേക്ക് ഇട്ടാൽ മതി. സോ CH3, CH2, CH2 എന്നുള്ളിടത്ത് CHOH, CH3 എന്നാവും. സോ പൊസിഷൻ മാറ്റി, അതും സെറ്റാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഐസോമർ വിത്ത് ദി സെയിം മോളിക്കുലർ ഫോർമുല. Write the structural formula of an isomer with the same molecular formula but different alkyl groups on both sides of the functional group. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പം അടുത്ത ചോദ്യം ഇതേപോലെ തന്നെയാണ് കേട്ടോ.
ഒരു ഐസോമർ എഴുതണം, ഇതേ മോളിക്കുലർ ഫോമുല, സെയിം മോളിക്കുലർ ഫോമുല, C4H10Oയുടെ സെയിം മോളിക്കുലർ ഫോമുല തന്നെ വരണം. പക്ഷേ എന്താ എഴുതേണ്ടത്? ഡിഫറൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ഡിഫറൻറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് മെറ്റാമറിസം എഴുതാനാണ്. സോ തൊട്ട് മുന്നത്തെ നമ്മൾ മെറ്റാമറിസം എഴുതാനത് ഭാഗ്യം, അത് എഴുതിയെങ്കിലും റിപ്പീറ്റ് ചെയ്യും, അത്രയേ ഉള്ളായിരുന്നു. സോ മെറ്റാമറിസം എഴുതാനാണ് പറയുന്നത്. അഥവാ ഇതാണ് ഒരാൾ, അയാളുടെ മെറ്റാമർ എഴുതിയാൽ മതി. ഇനി അപ്പോൾ അത് എഴുതി ഞാൻ വിചാരിക്കട്ടോ, സമയം കളയുന്നില്ല, ഇതാദ്യം എഴുതുക. ഇനി ഇതിൻ്റെ മെറ്റാമർ എഴുതാൻ വെരി സിമ്പിളാണ്. ഇവിടെ ഒരു കാർബണും ഈ ഓക്സിജൻ്റെ അപ്പുറത്ത് 3 കാർബണും. അപ്പോൾ 1+3 ഫോമുല വരുന്നത്. ആ 1+3 എന്താക്കിയാൽ മതി? ഈ ഓക്സിജനെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഈ ഓക്സിജനെ പിടിച്ച് ഇങ്ങോട്ട് ഇടുമ്പോൾ 2+2 ഫോമുല ആവും. അപ്പോൾ 2+2 ഫോമുല എഴുതുക എന്ന് പറഞ്ഞാൽ 2C ഇവിടെ എഴുതുക, 2, പിന്നെ ഒരു ഓക്സിജൻ, ദെൻ അപ്പുറത്തും 2. അപ്പോൾ ടോട്ടൽ 4 കാർബൺ തന്നെയായി. സോ CH3 CH2 CH2 CH3. സോ അതിൻ്റെ മെറ്റാമർ എഴുതലുമായി. സോ ആ പോയിന്റും സെറ്റ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഈ പോയിന്റ് ക്ലിയർ ആണോ? റെഡി? ദെൻ മക്കളെ, ദ IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് പെൻഡ്-1-9. ഇതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടോ. ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം പെൻഡൈൻ എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്? പെൻഡൈൻ എന്ന് പറയുന്ന ആളടങ്ങിയ ഹോമോലോഗസിൻ്റെ പേര്. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ്, ആൽക്കൈൻ. അപ്പോൾ ഇതേത്? ആൽക്കൈൻ ഫാമിലിയാണ്. സോ ഏതാണ് ഹോമോലോഗസ് സീരീസ് എന്ന് ചോദിച്ചാൽ ആൽക്കൈൻ. OH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ആൽക്കഹോൾ. ഇങ്ങനെയാണ് ഹോമോലോഗസ് സീരീസ് വരുന്നത്. സോ ഹോമോലോഗസ് സീരീസ് അതാണ്. റെഡി? അത് സെറ്റല്ലേ മക്കളെ? ദെൻ ചോദ്യം ഇതാണ്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോമുല ഏതിൻ്റെ? പെൻഡൈനിൻ്റെ സ്ട്രക്ചറൽ ഫോമുല അറിയാലോ. 5 കാർബൺ എഴുതണം. 1 2 3 4 5. അതിൽ പെൻഡ്-1-9 ആണ്. 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടാണ്. അത് ഒന്നെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, ദെൻ CH3. ഓക്കെ, ഇവിടെ CH2 വരണം, ഇവിടെ CH2 വരണം, ഇവിടെ 3 4 എണ്ണം ഉണ്ട്, ഇവിടെ CH2 വരണം. സസ് പെൻഡൈൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന, അഥവാ ഇതേ സാധനത്തിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതുക എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഇവിടെയല്ലേ, ആ ട്രിപ്പിൾ ബോണ്ടിനെ മാറ്റിയിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ പെയർ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് മാറ്റി അതന്നെ എടുത്ത് എഴുതുക, എന്നിട്ട് അതിൻ്റെ പെയറും കൂടെ എഴുതുക. അപ്പോൾ ഇത് എഴുതിക്കണമെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ പെയർ എഴുതാൻ പോവാണ്. ഇതിൻ്റെ പെയർ എഴുതുമ്പോൾ എത്ര കാർബണാണ് വേണ്ടത്? 5 കാർബൺ അല്ലേ? 5 കാർബൺ. 1 2 3 4 5. ഇനി എവിടെയാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുന്നത്? ഇവിടെ കൊടുക്കുക. പൊസിഷൻ മാറ്റുക, ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറ്റുക. സോ CH3 ഇവിടെ വരും, ഇവിടെ ഓൾറെഡി 4, ഇവിടെ ഓൾറെഡി 4, ഇവിടെ CH2, ഇവിടെ CH3. കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ വായിക്കാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ആൻ ആൽക്കൈൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റംസ് വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ചസ്. എന്താണ്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ചെയിൻ ഐസോമേഴ്സ്. അപ്പം നോക്കിയാൽ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ കുറേ സമയം നിന്നിട്ടുണ്ടെങ്കിലും മൊത്തം ഐസോമേഴ്സും പഠിക്കലായി ഈ ക്വസ്റ്റ്യനിലൂടെ. സോ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ചെയിൻ ഐസോമേഴ്സിൻ്റെ സ്ട്രക്ചറൽ ഫോമുല എഴുതണം. ഓഫ് ആൻ ആൽക്കൈൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റംസ് വിത്ത് ടോട്ടൽ 5 കാർബൺ ഉണ്ട്, വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ചസ്. ടോട്ടൽ 5 കാർബൺ ഉണ്ട്, അതിന് 1 ബ്രാഞ്ചും ഉണ്ട്, 2 ബ്രാഞ്ചുള്ള 2 ചെയിൻ ഐസോമേഴ്സ് എഴുതാനാണ് ചോദ്യം. സോ ടോട്ടൽ 5 കാർബൺ ആണ്, അതിൽ 1 ബ്രാഞ്ചാന്ന് പറയുമ്പോൾ ടോട്ടൽ 4 കാർബൺ ഇങ്ങനെ കൊടുത്ത് 1 ബ്രാഞ്ച് ആക്കണം. ടോട്ടൽ 5 കാർബൺ, അതിൽ 1 ബ്രാഞ്ച്. ഇനി അതിൻ്റെ ചെയിൻ ഐസോമർ എഴുതാൻ പറയുന്നതിൽ അടുത്തതിൽ 2 ബ്രാഞ്ച് ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ചെയിനിൽ 3 കാർബൺ ഉണ്ടാകുമ്പോഴുള്ളൂ, ബാക്കി ചെയിൻ ബ്രാഞ്ചിൽ 2 കാർബൺ. അതല്ലേ ഉദ്ദേശിച്ചത്? നോക്കിയേ, 1 ബ്രാഞ്ചാണ് ആദ്യത്തേൽ വരേണ്ടത്, അടുത്തേൽ 2 ബ്രാഞ്ചാണ് വരേണ്ടത്. ആദ്യത്തേൽ 1 ബ്രാഞ്ചും രണ്ടാമത്തേൽ 2 ബ്രാഞ്ചും. ടോട്ടൽ എത്ര കാർബണാണ്? ടോട്ടൽ 5 കാർബൺ. സെറ്റ് അല്ലേ? ഇനി ഇവിടെ H കൊടുത്താൽ മതി. CH3 CH2 CH3 ഓക്കെ, ഇവിടെയും CH3, ഓക്കെ ഇവിടെയും CH3, ഓക്കെ ഇവിടെയും CH3, ഇവിടെയും CH3. സെറ്റാണോ മക്കളെ? റെഡി? അപ്പോൾ ആ പോയിന്റും ക്ലിയർ. അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഡി? അതിൻ്റെ മലയാളമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. റെഡി? അതിൻ്റെ രണ്ടിൻ്റെയും മലയാളം ഇവിടെ ഉണ്ട്. പെൻഡൈൻ്റെ ക്വസ്റ്റ്യനുണ്ട്. യെസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പം, ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പം നമ്മുടെ ടെക്സ്റ്റിലൊരു ടേബിൾ ഉണ്ട്, അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം. ഏതാണെന്നറിയോ? OH വന്നാൽ ആ ഗ്രൂപ്പിൻ്റെ പേരെന്താ, CH വന്നാൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ, CO വന്നാൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ, O വന്നാൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ, ഇങ്ങനെ പറയുന്ന ആ ടേബിൾ ഒന്ന് പഠിക്കണേ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? CHO ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൾഡിഹൈഡ്. ശരിയല്ലേ? ആൾഡിഹൈഡ് എന്ന് പറയുന്നത് CHO ആണ്, അപ്പോൾ അത് ശരിയാണ്. അസറ്റോൺ കണ്ടെയ്ൻസ് ഓൺലി 2 കാർബൺ ആറ്റംസ്. തെറ്റാണ്. അസറ്റ് എന്ന് പറയുന്നത് സാധാരണ 2 കാർബണുകൾക്കാണ്. പക്ഷേ അസറ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അസറ്റോൺ എന്ന് പറയുമ്പോൾ ഓനാണ്. അപ്പം നിർബന്ധമായിട്ട് 3 കാർബൺ വരണം. കാരണം എന്താ അറിയോ? ഈ ഓൻ എന്ന് പറയുന്ന CO ഇൻ ബിറ്റ്വീനേ വരും. ഈ CO ഇൻ ബിറ്റ്വീനേ വരും. അപ്പോൾ CO സെൻറ്ററിലും അപ്പുറത്ത് 2 കാർബൺ നിർബന്ധമായിട്ടും വേണം. കാരണം CO ഇൻ ബിറ്റ്വീനേ വരും. ഓക്കെ, അപ്പോൾ ഇതിന് അപ്പുറത്ത് ആൾ വേണം.
ഓക്കെ, അപ്പോൾ CH3CO CH3 എന്നുള്ളതാണ് അസറ്റോണിൻ്റെ ഫോമുല. അതിൽ ടോട്ടൽ 3 കാർബൺ ഉണ്ട്. അപ്പോൾ 2 കാർബൺ അല്ല, അപ്പോൾ അത് തെറ്റാണ്. സോ 2 തെറ്റാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതിലുണ്ടോ? 1ഉം 2 1 എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അപ്പോൾ 1 കറക്റ്റാണ്. 1 കറക്റ്റാന്ന് പറയുന്നത് 3 1 കറക്റ്റാന്ന് പറയുന്നുണ്ട്. ഓക്കെ, എയിൽ 1ഉം 2ഉം കറക്റ്റാന്ന് പറയുന്നത്, അപ്പോൾ ഇത് തെറ്റാണ്. 2 കറക്റ്റ് അല്ല. അടുത്തത് പെൻറ്റനോൺ ക്യാൻ ഷോ പൊസിഷൻ ഐസോമറിസം. ശരിയാണ്, പെൻറ്റനോണിന് പൊസിഷൻ ഐസോമറിസം. പെൻറ്റനോണ് മെറ്റാമറിസം കാണിക്കും. അത് ഇൻ ബിറ്റ്വീൻ വരുന്നതുകൊണ്ടാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരാൾ വരികയും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുടെ ചെയിനിൽ വ്യത്യാസം വരുമ്പോഴാണ് മെറ്റാമറിസം എന്ന് പറയുക. അതിനെ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കാം. അപ്പോൾ അതും ശരിയാണ്. ഈതേഴ്സ് ഹാവ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. തെറ്റല്ലേ? ഈതേഴ്സിന് ഓക്സി ഗ്രൂപ്പ് അല്ലേ, ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലേ? ഈതേഴ്സിനുള്ള ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. സോ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. സെറ്റ്, റെഡി. ആ പോയിന്റ് ക്ലിയർ അല്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിച്ച് ചെയ്യണേ അതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് മോളിക്കുലർ ഫോമുല C4H10O ഷോ മെറ്റാമറിസം. നമ്മൾ ഇതേപോലത്തെ സാധനം ചെയ്തു, ഇനി എഴുതേണ്ട ആവശ്യമില്ല. അതേപോലത്തെ ചെയ്തു, നമ്മൾ നേരത്തെ ചെയ്തത് C4H10O ആണ്. അപ്പോൾ ഞാൻ അതിന് സമയം കളയുന്നില്ല കേട്ടോ, നമ്മൾ ചെയ്തതാണ്, ഡൺ ആണ്. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A saturated organic compound has 4 carbon atoms in its main chain and 2 methyl groups in its second carbon atom. Write the structural formula of this compound, write its molecular formula, write the IUPAC name of this compound. വേഗം ചെയ്യാം. A saturated organic compound has 4 carbon atoms in its main chain. 4 carbon atom main chainലുണ്ട്. ഓക്കെ, and 2 methyl groups in its second carbon atom. Second carbonൽ 2 methyl group ഉണ്ട്. സെറ്റ്, കഴിഞ്ഞു. സോ CH3 അറ്റത്തുള്ള കാർബണൊക്കെ CH3 ആയിരിക്കുമല്ലോ. CH3 സെൻറ്റർ ഇൻ ബിറ്റ്വീൻ CH2 ഇവിടെ ആരില്ല. യെസ്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. എഴുതി കഴിഞ്ഞു. ദെൻ റൈറ്റ് ഇസ് മോളിക്കുലർ ഫോമുല. എന്താ മോളിക്കുലർ ഫോമുല? മോളിക്കുലർ ഫോമുല നോക്കാൻ ഇത് നോക്കിയാൽ പോരെ, എത്ര കാർബൺ ഉണ്ട് നോക്കണം. 1 2 3 4 5 6 കാർബൺ. C6. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒക്കെ ആൽക്കൈൻ ആയതുകൊണ്ട് പിന്നെ ഹൈഡ്രജൻ അതിൻ്റെ ഡബിളിനോട് 2 കൂട്ടിയതായിരിക്കും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എണ്ണിക്കോ. 3ഉം 6ഉം 9ഉം 12ഉം 2ഉം 14. സോ C6H14 ആണ്. സെറ്റ്. Then write the IUPAC name of this compound. അപ്പോൾ മോളിക്കുലർ ഫോമുല C6H14. ഇനി IUPAC നെയിം എഴുതുമ്പോൾ ഇതല്ലേ നിങ്ങളുടെ ലോങ്സ്റ്റ് ചെയിൻ? ബ്യൂട്ടൈൻ ആണ്. ആ ബ്യൂട്ടൈനിൽ 2 ബ്രാഞ്ച് ഉണ്ട്, 2,2 ഡൈമീഥൈൽ. സോ ദ ആൻസർ ഈസ് 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. റെഡി, സെറ്റ് മക്കളെ, ക്ലിയർ. അപ്പോൾ ആ പോയിന്റും സെറ്റാണ്. നെക്സ്റ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. CH ട്രിപ്പിൾ ബോൺസ്. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ പഠിച്ചെടുക്കാൻ പറ്റും ഒറ്റ ക്വസ്റ്റ്യനിലൂടെ. ഓക്കെ, CH ട്രിപ്പിൾ ബോണ്ട് CH ഈസ് ആൻ ആൽക്കൈൻ. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ആൽക്കൈൻ ഹൗ ആർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഫോംഡ്? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് താഴെ പറയുന്ന കോമ്പൗണ്ടുകൾ എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ലാബിലുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത് ഇതാണ്, ഈതൈൻ എന്ന് പറയുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈതൈൻ ഉണ്ടാക്കാം. സിമ്പിൾ ഐഡിയ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക്. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ CH3 ഉണ്ടാക്കും എന്നതാണ് ചോദ്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നിൽ നിന്ന് അടുത്തത് എങ്ങനെ ഉണ്ടാക്കും എന്ന ചോദ്യം വരുമ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. ഇവിടെ CHൽ ഒരു H ഉള്ളൂ, ഇവിടെ ഫസ്റ്റ് തന്നെ 2 H എക്സ്ട്രാ ഉണ്ട്. ഇവിടെ CH3 ആണ്, അപ്പോൾ 2 H എക്സ്ട്രാ ഉണ്ട്. ഇവിടെയും CHൽ ഒരു H ഉള്ളൂ, ഇവിടെ H3 ഉണ്ട്, അപ്പോൾ 2 H എക്സ്ട്രാ ആണ്. വിച്ച് മീൻസ് ഇവിടെയും 2 H വന്നിട്ടുണ്ട്, അപ്പോഴാണ് ഇത് CH3 ആയത്. ഇവിടെയും 2 H വന്നിട്ടുണ്ട്, അപ്പോഴാണ് ഇത് CH3 ആയത്. അങ്ങനെ ഇവിടെ 2 H വരണമെങ്കിൽ ഒരു ബോണ്ട് പൊട്ടണം, ഇവിടെ 2 H വരണമെങ്കിൽ ഒരു ബോണ്ട് പൊട്ടണം. അപ്പോൾ ഇവിടെ H2 വന്നിട്ടുണ്ട്, ഇവിടെയും H2 വന്നിട്ടുണ്ട്. അഥവാ ടോട്ടലി 2 H2 വന്നിട്ടുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ. സിമ്പിളായിട്ട് ഐഡിയ കിട്ടി. സോ ഈ ദൈനിൽ നിങ്ങൾ ഈ ദൈൻ ഉണ്ടാക്കുന്ന എങ്ങനെ? 2 H2 ചേർത്താൽ മതി. ഓക്കെ, വെരി സിമ്പിൾ. അടുത്തത് ഇതേപോലെ എഴുതി നോക്കാം. CHCl2 CHCl. അഗെയിൻ CH ട്രിപ്പിൾ ബോണ്ട് CHൽ നിന്ന് നിങ്ങളെങ്ങനെ CHCl2 ഉണ്ടാകും. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈസി ആയിട്ട് കിട്ടും. എങ്ങനെ? CH ആണ് ഇവിടെ H ഉള്ളൂ, ഇവിടെ 2 Cl എക്സ്ട്രാ വന്നിട്ടുണ്ട്, അപ്പോൾ 2 Cl എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും H ഉള്ളൂ, 2 Cl എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്താ മനസ്സിലായി? ഒരു Cl2 ചേർത്തു, ഒരു Cl2 ചേർത്തു, അങ്ങനെ ടോട്ടൽ 2 Cl2 ചേർത്തു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. 2 Cl2 ചേർത്തു, ഒരു Cl2 ചേർത്തപ്പോൾ ഒരു ബോണ്ട് പൊട്ടി, രണ്ടാമത്തെ Cl2 ചേർത്തപ്പോൾ രണ്ടാമത്തെ ബോണ്ടും പൊട്ടി. സിമ്പിൾ ഹമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CH2 ഡബിൾ ബോണ്ട് CHCl.
ട്രിപ്പിൾ ബോണ്ടല്ല ഡബിൾ ബോണ്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഡബിൾ ബോണ്ട് ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ എടുത്തത് ഏതാണ്? CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അതിൽ നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നത് ഏതാണ്? അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl. നോക്കാം, നേരത്തെ പോലെ തന്നെ വ്യത്യാസങ്ങൾ നോക്കൂ. ഇവിടെ CH ആണ്, ഇവിടെ CH2 ആണ്. അപ്പോൾ ഒരു H എക്സ്ട്രാ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു H എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അപ്പുറത്ത് CH ആണ്, അവിടെ CHCl ആണ്, ഒരു CLും എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അപ്പോൾ ആകെ കയറിയത് ഒരു Hഉം CLും ആണ്. അപ്പോൾ HCl ആണ് കയറിയത്. HCl കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു Hഉം CLും പോകുമ്പോൾ ഒരു ബോണ്ട് പൊട്ടും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 ബോണ്ടും പൊട്ടും. ഇവിടെയും 2 ബോണ്ടും പൊട്ടും, കാരണം ടോട്ടൽ 4 ആൾ കയറുന്നുണ്ട്. ഇവിടെ 2 ആളെ കയറുന്നുള്ളൂ, ഒരു ബോണ്ട് പൊട്ടി. അപ്പോൾ CH2 CHCl ഡബിൾ ബോണ്ടായി കിട്ടി. ഈസി, സിമ്പിൾ, ഹമ്പിൾ ഐഡിയ. ഈ CH2 ഡബിൾ ബോണ്ട് CHCl വിളിക്കുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. CH2 ഡബിൾ ബോണ്ട് CH2 വിളിക്കുന്ന പേര് ഈഥീൻ. ആ ഈഥീൻ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 അല്ല, അതിൽ ഒരു H പോയി ഒരു Cl വന്നാൽ അതിൻ്റെ പേര് വിനൈൽ ക്ലോറൈഡ് എന്നാണ്. H പോയി ഒരു Cl വന്നാൽ അതിൻ്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്നാണ്. വിനൈൽ ക്ലോറൈഡ്. സോ CH2 ഡബിൾ ബോണ്ട് CHCl, CH2 ഡബിൾ ബോണ്ട് CH2 ആണെങ്കിൽ ഈഥീൻ, അതിലേക്ക് ഒരു ക്ലോറിൻ വന്നാൽ വിനൈൽ ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം, എങ്ങനെ നിങ്ങൾ പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാം? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഐഡിയ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈഥൈലിനെ വിനൈൽ ക്ലോറൈഡ് ആക്കണം. അങ്ങനെ ആ വിനൈൽ, അപ്പോൾ ഇത് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യനും ഇതെന്നെ ഇതെടുത്തെഴുതുക. വിനൈൽ ക്ലോറൈഡ് എഴുതി. അങ്ങനെ ഉണ്ടാക്കിയ CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്ന വിനൈൽ ക്ലോറൈഡ് ഇല്ലേ, ആ വിനൈൽ ക്ലോറൈഡ് നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ്സ് എടുക്കുക. പോളിമറൈസേഷൻ ചെയ്യണമെങ്കിൽ ഇത് ഇഷ്ടം പോലെ എടുക്കണം. അഡീഷൻ പോളിമറൈസേഷൻ ആണ്. ഇഷ്ടം പോലെ അത് തന്നെ എടുക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പം ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു, CH2 CH ആവുന്നു. ഈ Cl താഴേക്ക് ഇറക്കി എഴുതുക, കാരണം കാർബണിലേക്കാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദെൻ നിങ്ങളിവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. അങ്ങോട്ടും ബോണ്ടുണ്ട് ഇങ്ങോട്ടും ബോണ്ടുണ്ട് എന്ന് കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും വരട്ടാലെ അർത്ഥം CH2 CHCl വീണ്ടും CH2 CHCl വീണ്ടും CH2 CHCl വീണ്ടും CH2 CHCl അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പ്രാവശ്യം പോകുന്നുണ്ട് എന്നർത്ഥം. അതാണ്, അത്രയും ചെയിൻ ഉണ്ട്. ഇതൊന്നല്ല, ഇത് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് കാണിക്കുക. സോ ആദ്യം ഈ സ്റ്റെപ്പ് എഴുതുക, വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് എഴുതുക, ദെൻ അത് നമ്പർ ഓഫ് എടുത്ത് എഴുതിയാൽ ഇതിൻ്റെ ആൻസറും ആയി. അപ്പോൾ ആ കൺവേർഷനും നമ്മൾ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗത്തിൽ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. CHOൻ്റെ പേര് ആൽക്കനാൽ എന്നാണ്. ശരിയാണ്. CHO വന്നതിന് നമ്മൾ വിളിക്കുന്ന ഒരു ആൽക്കനാൽ എന്നാണ്. CO വന്നാൽ നമ്മൾ ആൽക്കനോൺ എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ CO അതാണ് ക്വസ്റ്റ്യൻ. CO വന്നാൽ എന്താ വിളിക്കുക? ആൽക്കനോൺ. ആൽക്കനോയിക് ആസിഡ് എന്ന് ആരെയാണ് വിളിക്കുക? COOH വന്നാൽ ആൽക്കനോയിക് ആസിഡ്. ആൽക്കനോൾ എന്ന് ആരെയാണ് വിളിക്കുക? OH വന്നാൽ ആൽക്കനോൾ. അപ്പോൾ ഓള് വരുന്നത് OH-നാണ്, ഓയിക് ആസിഡ് വരുന്നത് COOH-നാണ്. ആൽക്കനോൺ ഓണ് വരുന്നത് COക്കാണ്. ഈതറിന് എന്താ വരിക? ഈതർ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഓക്സിജനെയാണ്. ഈതർ എന്ന് വിളിക്കുന്നത് ഓക്സിജനാണ്. അതും സെറ്റാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദെൻ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോലോഗസ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പറയാം. A homologous series is given CH4, C2H6, C3H. ബാക്കി സിമ്പിളായിട്ട് അറിയാലോ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറിയാലോ. ആദ്യത്തേൽ CH4, രണ്ടാമത്തേൽ C2H6, മൂന്നാമത്തേൽ C3H8, അപ്പോൾ അടുത്തേൽ C4. ഇവിടെ കാർബണിൻ്റെ എണ്ണം 3, അതിനോട് ഡബിൾ കൂട്ടി 2 എണ്ണം, ഡബിളിനോട് 2 കൂട്ടിയത് C3, ഡബിൾ 6 ആണ്, അതിനോട് 2 കൂട്ടി 8. അപ്പോൾ ഇവിടെ അതേപോലെ 4ൻ്റെ ഇരട്ടി 8, 8നോട് 2 കൂട്ടിയാൽ 10. സിമ്പിൾ. ഇവിടെ C6 ആണ്, അതിൻ്റെ ഡബിൾ 12, അതിനോട് 2 കൂട്ടിയാൽ 14. സിമ്പിൾ ഐഡിയ. ഫൈൻഡ് A and B എന്നാണ് ചോദ്യം. കണ്ടുപിടിച്ച് കഴിഞ്ഞു. വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്? ഇതൊരു ആൽക്കൈൻ അല്ലേ? സോ ജനറൽ ഫോർമുല CnH2n+2, ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ ഇതെന്താണ്? ഈ ജനറൽ ഫോർമുല ആർക്കുള്ളതാണ്? ആൽക്കൈൻ ഉള്ളതാണ്. സിമ്പിൾ, ഹമ്പിൾ ആൻഡ് ഹൊറിബിൾ. റെഡി മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പോളിമറൈസേഷൻ? എന്താണ് പോളിമറൈസേഷൻ എന്ന് ചോദിച്ചാൽ, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലർ മോളിക്യൂൾസ്, ചെറിയ ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാവുക. ഒരുപാട് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാവുക. ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. റൈറ്റ് ദ നെയിം ഓഫ് ദി മോണോമർ ഓഫ് പോളിത്തീൻ. വെരി സിമ്പിൾ. പോളിത്തീൻ എന്ന് പറയുന്ന ഒരു പോളിമറാണ്. ആ പോളിത്തീൻ ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? അതിനെയാണ് മോണോമർ എന്ന് വിളിക്കുക. എവിടുന്നാണ് സ്റ്റാർട്ടിങ്? അതാണ് മോണോമർ. അതിൻ്റെ സ്റ്റാർട്ടിങ് മോണോമർ ആരാ? ഈഥീനാണ്. അപ്പോൾ ഈഥീൻ, നമ്പർ ഓഫ് ഈഥീൻ എടുത്തിട്ടാണ് ഈഥീൻ എന്ന് പറയുന്ന മോണോമറിനെ പോളി ഈഥീൻ എന്ന് പറയുന്ന പോളിമർ ആക്കുന്നത്. യെസ്. അതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? നമ്മളിപ്പോൾ പോളിമറൈസേഷൻ എന്താണെന്ന് ഇവിടെ ചോദിച്ചു. വാട്ട് ആർ 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ, ലഘു തന്മാത്രകൾ കൂടി ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാവുക. ചെറിയ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ പോലെ, ഇഷ്ടികകൾ കൂടിച്ചേർന്ന് വലിയ ചുമരുണ്ടാക്കുന്ന പോലെ, മാലയുടെ മുത്തുകൾ ചേർത്ത് മുത്തുകൾ ചേർത്ത് വലിയൊരു മാല ഉണ്ടാക്കുന്നത് പോലെ,
യെസ്, അതേപോലെ പോളിമറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ, കമ്പൈൻ ചെയ്ത് ഒരേ ആൾ തന്നെ കുറേ പ്രാവശ്യം ആഡ് ചെയ്ത് വരിക, അതാണ് അഡീഷൻ പോളിമറൈസേഷൻ. മറ്റൊന്ന് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇത് രണ്ട് ഡിഫറൻറ്റ് മോണോമേഴ്സ് കൂടി ചേർന്ന്, അടുത്ത മോണോമേഴ്സ് കൂടി ചേർന്ന്, അങ്ങനെ കുറേ എണ്ണം കൂടി ചേർന്ന് ചെറിയ ചെറിയ തന്മാത്രകളിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. വാട്ട് ഈസ് ദ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് മോണോമറാണ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമറിൻ്റെ പോളിമർ ആരാ? പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. സോ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമർ ആരാണ്? പോളി വിനൈൽ ക്ലോറൈഡ്. റെഡി. അപ്പോൾ പോളിമറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നല്ലൊരു ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിംഗ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ ആർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? എങ്ങനെയാണ് മെഥനോളിനെ കാർബൺ മോണോക്സൈഡിൽ നിന്ന് ഉണ്ടാക്കുക? കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ മെഥനോളിനെ ഉണ്ടാക്കും? കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ എഥനോയിക് ആസിഡ് ഉണ്ടാക്കും? ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് കിട്ടുന്ന പോയിന്റാണ്. കാരണം നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് മെഥനോളിൻ്റെ ഫോമുലയാണ്. മെഥനോൾ എന്ന് പറഞ്ഞാൽ CH3OH. ഇതെങ്ങനെ ഉണ്ടാക്കും എന്നാണ് ചോദ്യം. മെഥനോൾ, മെത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, അതുപോലെ OH വരുമ്പോൾ ഓളാവും, അപ്പോൾ CH3OH. എഥനോയിക് ആസിഡ് വരുമ്പോൾ 2 കാർബൺ ഉണ്ട്, അപ്പോൾ CH3COOH. ഇത് രണ്ടും എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡിൽ നിന്ന് ഉണ്ടാക്കുക എന്നാണ്. സിമ്പിൾ ഐഡിയ അല്ലേ? നോക്കിക്കേ, മെഥനോളിൽ C ഉണ്ട്, O ഉണ്ട്, അപ്പോൾ കാർബൺ മോണോക്സൈഡ് മെഥനോളിലുണ്ട്. അപ്പോൾ CO കൂടാതെ പിന്നെ ആരാ വരേണ്ടത്? H3H, 4H വരണം. 4H എന്നാൽ 2H2. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. സിഒയിലേക്ക് നിങ്ങൾ 2H2 ചേർത്താൽ മതി. അഥവാ കാർബൺ മോണോക്സൈഡിലേക്ക് നിങ്ങൾ 2H2 ചേർത്താൽ അതിനാവശ്യമുള്ള കാറ്റലിസ്റ്റ് ചേർക്കുക, അതിനാവശ്യമുള്ള ടെമ്പറേച്ചർ കൊടുക്കുക. അങ്ങനെ ടെമ്പറേച്ചറും കാറ്റലിസ്റ്റും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിയാക്ഷൻ നടന്നിട്ട് CH3OH ഉണ്ടാവും. കാണാപാഠം പഠിച്ചിട്ടേ ഇല്ല, നമ്മൾ മെഥനോളിൻ്റെ ഫോമുലയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ CH3COOH എന്ന് പറഞ്ഞാൽ CH3COH വെരി സിമ്പിൾ. ഇതിൽ ഓൾറെഡി CO ഉണ്ട്, അപ്പോൾ CO ചേർക്കണം. CO പുറമെ ആരാളുള്ളത്? ഇവിടെ CH3, ഇവിടെ ആരാ? OH. അപ്പോൾ മെഥനോൾ ചേർത്താൽ മതി. സോ COയിലേക്ക് മെഥനോൾ ചേർത്താൽ യു വിൽ ഗെറ്റ് CH3COOH. സിമ്പിൾ ഹമ്പിൾ ഐഡിയ. റെഡി മക്കളെ? സോ ആദ്യത്തെ 2 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സോ 2 ചാപ്റ്റർ എന്നുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ 2 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് 3ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ. അതിനും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്, 6 മാർക്കിനോളം ചോദ്യങ്ങൾ വരും. അപ്പം അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഡീപ്പ് ലെവലിൽ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ടൈപ്പ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം. ഇന്നലെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണണേ. അപ്പം ഇതിന്ന് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അത് സെറ്റല്ലേ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റെഡി അടുത്ത് ചെയ്യാൻ പോണേ. നോക്കടാ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദി എലമെന്റ്. ഇത് ചെയ്യാൻ കുറച്ച് ലോജിക്കൽ ഐഡിയാസ് വേണം കേട്ടോ. ഇതിത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കൃത്യ ഐഡിയ ഉണ്ടായിരിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നേ ഇല്ല ഇതിൽ നിന്ന്. ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് 24 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള ആളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 അതാണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. അല്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഈ ഭാഗം തെറ്റാണ്, ഇങ്ങനെ എഴുതൂലല്ലോ. 3d4 4s2 അല്ലല്ലോ ക്രോമിയത്തിന് എഴുതുക 3d5 4s1 അല്ല എഴുതുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണെന്ന് പറയുന്ന പോയിന്റ് എവിടെയാണുള്ളത്? CODO ആണ്. ബാക്കി എല്ലാത്തിനും സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദി D സബ്ഷൽ. ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്ന D സബ്ഷനിലേക്കാണ്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. 4s1ത്തെ ഒരു ഇലക്ട്രോൺ 4s1ൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിനു ശേഷമാണ് ഡിയിലേക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് കറക്റ്റ്. 2 3 ശരിയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, C ഉണ്ട്, D ഉണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ L വാല്യൂ ഓഫ് ദി സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ഈസ് 1. ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് ഡിക്ക് അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയ സബ്ഷെല്ല് അതാണ് D. അതിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. തെറ്റല്ലേ അത്? L വാല്യൂ നമ്മൾ എങ്ങനെയാണ് വിരൽ വെച്ച് കാണല്? L വാല്യൂ 0 1 2 3 എന്ന് വെച്ച് കാണും. എന്നിട്ട് 0 ആണെങ്കിൽ S എന്ന് പറയും, 1 ആണെങ്കിൽ P എന്ന് പറയും, 2 ആണെങ്കിൽ D എന്ന് പറയും, 3 ആണെങ്കിൽ F എന്ന് പറയും. സോ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് ഡിയിലേക്കാണ്. ഡിയുടെ L വാല്യൂ 2 ആണ്, 1 അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 3യും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 3യും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 or 3 ആർ നോട്ട് കറക്റ്റ്, ബട്ട് 2 and 4 ആർ കറക്റ്റ്. 4 എന്താണെന്ന് വായിച്ചു നോക്കാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കലുമായി കേട്ടോ. അതിനാണ് 4 വായിക്കുന്നത്. ആൻസർ കിട്ടിയിട്ട് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കൂടെ ആലോചിക്കുന്നവരുണ്ടാവും. അല്ല, ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 4ഉം കൂടെ നമ്മൾ പഠിച്ചെടുക്കണം. കാരണം അത് വെച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. ഔട്ടർ സബ്ഷെല്ലായ D ഉണ്ടല്ലോ, ആ സബ്ഷെല്ലിന് 5 ഓർബിറ്റൽ ഉണ്ട്. ശരിയല്ലേ?
ഡി എന്ന് പറയുന്ന ഓർബിറ്റലിന് 5 ഓർബിറ്റൽ ഉണ്ട്. നിങ്ങൾക്കറിയാലോ എസിന് 1 ഓർബിറ്റലാണ്, ഡിക്ക് 3 പിക്ക് 3 ഓർബിറ്റലാണ്, ഡിക്ക് 5 ഓർബിറ്റലാണ്, എഫിന് 7 ഓർബിറ്റലാണ്. 2 കൂട്ടി വരികയാണ്. എസിന് 1 ഓർബിറ്റൽ, ഡിക്ക് 3 ഓർബിറ്റൽ, പിക്ക് 3 ഓർബിറ്റൽ, ഡിക്ക് 5 ഓർബിറ്റൽ, എഫിന് 7 ഓർബിറ്റൽ. സോ ഡിക്ക് 5 ഓർബിറ്റൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. റെഡി? ആ പോയിന്റ് നോക്കിക്കുക കേട്ടോ. സോ അതിൻ്റെ മലയാളം ഇടണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റിനേക്കാൾ എസ് ബ്ലോക്ക് എലമെന്റിന്റെ അയണൈസേഷൻ എൻതാൽപ്പി പി ബ്ലോക്കിനേക്കാൾ കുറവാണ്. അതാണ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ഇന്നലത്തെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അറിയില്ലെങ്കിലും പോയി നോക്കണേ. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ, റിമൂവ് ആൻ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി എവിടുന്ന്? ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒറ്റപ്പെട്ട വാതകാവസ്ഥയിലുള്ള ആറ്റത്തിൽ നിന്ന് പുറത്താക്കാനുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. സോ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് വാതകാവസ്ഥയിലുള്ള ഒരു ആറ്റം നിൽക്കുന്നുണ്ട്. ആ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാനുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അതാണ് അയോണീകരണ എൻതാൽപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ദി ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഏതാണ് സെക്കൻഡ് പീരീഡിൽ ഏത് എലമെന്റിനാണ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്? നല്ല ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് അറിയേണ്ട പോയിന്റ് എന്താണ്? സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജനും ഹീലിയം ആണുള്ളത്. സെക്കൻഡ് പീരീഡിൽ ലിഥിയം മുതൽ അങ്ങ് തുടങ്ങും. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അടുത്തത് ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അങ്ങനെ 10 വരെ പോകും. സോ ഹീലിയത്തിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന നിയോൺ ആണ് ഏറ്റവും അറ്റത്തുള്ളത്, സെക്കൻഡ് പീരീഡിൽ ഏറ്റവും അറ്റത്തുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും സൈസ് കുറയും. സോ ലിഥിയത്തിൻ്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കും നിയോണിൻ്റെ സൈസ്. സൈസ് കുറയുമ്പം ന്യൂക്ലിയസും ഇലക്ട്രോൺ തമ്മിലുള്ള ദൂരം വളരെ കുറയും. അപ്പോൾ ഇലക്ട്രോൺ അങ്ങനെ വളരെ മാഗ്നറ്റിൻ്റെ അടുത്ത് ഇരുമ്പൊട്ടി നിൽക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ അവിടുന്ന് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കൊടുക്കേണ്ടി വരും. സോ സെക്കൻഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ അയണീകരണ എൻതാൽപ്പി ഉള്ളത് നിയോണിനാണ്. അല്ലെങ്കിലും നോബിൾ ഗ്യാസുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അയണീകരണ എൻതാൽപ്പി ഉണ്ടാവുക, അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക. അപ്പോൾ നോബിൾ ഗ്യാസിൻ്റെ ഇതാ അറിയാലോ, ഹേ നീ ആരാ, കൃഷ്ണനോ സീതയോ രാമനോ, ഹേ നീ ആരാ, ഹീലിയം, നിയോൺ, ആർഗൺ, കൃഷ്ണനോ ക്രിപ്റ്റൺ, ക്സനൺ, എക്സി, പിന്നെ ക്സനൺ, ദെൻ റാഡൺ, ആറൺ എന്ന് പറയും. സോ മക്കളെ അത് സെറ്റല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ആ പോയിന്റും ക്ലിയർ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ് സെക്കൻഡ് പീരീഡ്. ഞാൻ എൻ്റെ ചോദ്യം സെക്കൻഡ് പീരീഡിൽ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കാം, ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി നിയോണാണ്, ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ലിഥിയത്തിനായിരിക്കും. കാരണം ഇവിടെ നിന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ മക്കളോട് പറഞ്ഞത് 1 മുതൽ 20 വരെയുള്ള ഒരു നമ്പർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആറ്റംസ് ഓഫ് എലമെന്റ്സ് എ ആൻഡ് ബി ഈച്ച് ഹാവ് 3 ഷെൽസ്. ആറ്റം എക്കും ബിക്കും 3 ഷെല്ലുകളുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 ഷെല്ലുണ്ട് രണ്ടാക്കും. എലമെന്റ് എ ബിലോങ്സ് ടു 13 ആൻഡ് എലമെന്റ് ബി ബിലോങ്സ് ടു ഗ്രൂപ്പ് 16. എ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ്, ബി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആണ്. നിങ്ങൾക്കറിയാം പി ബ്ലോക്ക് എലമെന്റ്സ് 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സ് ആണ്. സോ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഒരു പി ബ്ലോക്കാണ്. അപ്പോൾ അത് പി ബ്ലോക്കാണെന്ന് മനസ്സിലായി. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ശ്രദ്ധിക്കേണ്ടത് 1s2 2s2 എന്ന് പറഞ്ഞ് എഴുതണം. നിങ്ങൾക്ക് എവിടുന്നാണ് ഐഡിയ കിട്ടിയത്? അതിൽ 13ാമത്തെ ഗ്രൂപ്പാണെന്നുള്ള ഐഡിയ ഉണ്ട്. ഒന്ന്, രണ്ടാമത്തെ അതിനാകെ 3 ഷെല്ലേ ഉള്ളൂ. അപ്പോൾ 3 ഷെല്ല് എന്ന് പറയുമ്പോൾ 1s മൊത്തം ഉണ്ട്, 1s2, 2s മൊത്തം ഉണ്ട്, 2s2 2p6, കാരണം അത് സെക്കൻഡ് ഷെല്ലായി. 2ൽ മൊത്തം വരുന്നത് സെക്കൻഡ് ഷെൽ. ഇനി തേർഡ് ഷെല്ല് 3sഉം 3pയും 3d ഒക്കെ ഉണ്ട്. പക്ഷേ 3sഉം 3p എഴുതിയാൽ മതി. വൈ? 13ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് പി ബ്ലോക്കാണ്. ക്വസ്റ്റിൻ്റെ ഐഡിയ മനസ്സിലായി നിങ്ങൾക്ക്? 1s2 2s2 2p6 3s 3p മതി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3sൽ 2 എണ്ണം ഫില്ല് ചെയ്തിട്ടല്ലേ 3pക്ക് പോവുള്ളൂ. അപ്പോൾ 3s2 ഉണ്ട്. ഇനി 13ാമത്തെ ഗ്രൂപ്പാന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണിലേക്ക് 12 കൂട്ടിയാലാണ് 13 കിട്ടുക. സോ അവസാനത്തെ ഇലക്ട്രോണിലേക്ക് 12 കൂട്ടിയാൽ 13 കിട്ടണമെങ്കിൽ ഇവിടെ 3p 1 ആവണ്ടേ. അപ്പോൾ 1ലേക്ക് 12 കൂട്ടിയാലല്ലേ 13 കിട്ടുക. സോ 1s2 2s2 2p6 3s2 3p1 ഇതാണ് ആൻസർ.
Which block do these two elements belong to? P block നമ്മൾ ഓൾറെഡി പറഞ്ഞു. What is the oxidation state of A in its chloride compound? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതും നല്ലൊരു ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ചെയ്യുക? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ചെയ്യാൻ ചോദിക്കുകയാണ്. നോക്കാം, അത് അവിടേക്ക് വരട്ടെ. എന്താണ് ബിയുടെ കോൺഫിഗറേഷൻ? അത് ചോദിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് എഴുതാം. ഇത് എയുടെ കോൺഫിഗറേഷൻ ആണെങ്കിൽ ബിയുടെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? ബിയുടെ കോൺഫിഗറേഷൻ ഇതേപോലെ 1s2 2s2 2p6 3s2 3p എടുത്ത് എഴുതുക. 3Pയിൽ എത്ര ഇലക്ട്രോൺ വരണം എന്ന് നോക്കേണ്ടത് ഗ്രൂപ്പ് 16 വെച്ചിട്ടാണ്. ഇവിടെ പിയിലേക്ക് ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ 12 കൂട്ടിയാൽ 16 കിട്ടണമെങ്കിൽ 3Pയിൽ എത്ര എണ്ണം വരിക? 12 കൂട്ടിയാൽ 16 കിട്ടണമെങ്കിൽ 4ലേക്ക് 12 കൂട്ടിയാലേ 16 കിട്ടുക. സോ ദാറ്റ് ഈസ് 3p4. ഇനി ചോദ്യം എന്താ വെച്ചത്? വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 1 3 ആണ്. അല്ലാണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, തേർഡ് ഷെല്ലാണ് ചോദിച്ചത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ചോദിച്ചത്. ഷെല്ല് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണിത്. മൂന്നാമത്തെ ഷെല്ലുള്ള സബ് ഷെല്ലാണ് എസും പിയും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് പറഞ്ഞാൽ തേർഡ് ഷെല്ല് ഇതാണ്. ആ തേർഡ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അഥവാ ഡൗട്ടുള്ളവർ ഉണ്ടെങ്കിൽ 283 ഷെൽ കോൺഫിഗറേഷൻ നോക്കിയാൽ മതി. ചെറിയ ക്ലാസ് പഠിച്ച 283. ഇതിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അതാണ് തേർഡ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. അപ്പം ഈ ആൾക്ക് എ എന്ന് പറയുന്ന ആളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, എയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആയിരിക്കും. കാരണം 8 എണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ഈ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത് 8 എണ്ണം ആവും. അതാണ് 8 എണ്ണം ആക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിൻ്റെ എണ്ണാണല്ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആയതുകൊണ്ട് എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്. ദെൻ ക്ലോറൈഡുമായിട്ട് ചേരുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 അഥവാ 1 ആണ്. അപ്പം എ എന്ന് പറയുന്ന ആൾ വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇസ് ക്ലോറൈഡ് കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ A1Cl3 എന്നാണ് ഫോമുല ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴെ എഴുതി ക്രോസ് ചെയ്ത ഫോമുല കിട്ടും. സോ എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത് 3 ആണ്. എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് 3 ആണ്. അങ്ങനെ 3s2 3p1. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേപോലത്തെ ഈ ഐ തിങ്ക് ഞാനിപ്പോൾ ചെയ്ത 3 ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മുടെ പബ്ലിക്കിന് വന്നു കഴിഞ്ഞു. ഏത് മോഡൽ എക്സാമിന് വന്നു കഴിഞ്ഞു. ഇനി പബ്ലിക്കിനും അതേപോലത്തെ വരും. In D block elements, electrons fill in the outermost S subshell before filling in the penultimate D subshell. ശരിയല്ലേ? D block elementsൽ ഇലക്ട്രോൺ outermost S subshell ആദ്യം ഫില്ല് ചെയ്യും ബിഫോർ ഫില്ലിംഗ് ഇൻ ദ പെനൾട്ടിമേറ്റ് D subshell. ശരിയാണ്, അത് ശരിയാണ്. ഡിയിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എസിലേക്ക് ഫില്ല് ചെയ്യും. അതിൻ്റെ കാരണം ഔട്ടർ 4s subshell ഹാസ് ഹയർ n വാല്യൂ ദാൻ പെനൾട്ടിമേറ്റ് 3D subshell. ഔട്ടർ 4s subshell ഹാസ് ഹയർ n വാല്യൂ ദാൻ പെനൾട്ടിമേറ്റ് 3D subshell. അത് ശരിയാണ്. n വാല്യൂ ആർക്കാണ് കൂടുതൽ? ഇവിടുത്തെ n വാല്യൂ 4 ആണ്, ഇവിടുത്തെ n വാല്യൂ 3 ആണ്. n വാല്യൂ കൂടുതൽ ആർക്കാണ്? 4sനാണ്. പക്ഷേ n വാല്യൂ കൂടുതലായതുകൊണ്ടാണോ ഇതിൽ ആദ്യം ഫില്ല് ചെയ്ത്? അല്ല. n വാല്യൂ കൂടുതലായപ്പോൾ ഇയാൾക്ക് എനർജി കൂടുതലായി, എനർജി കുറവായി. കാരണം ഇവിടെ 4sൻ്റെ n വാല്യൂ 4 ആണെങ്കിലും എസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ n+l വാല്യൂ എന്ന് പറയുമ്പോൾ 4+0 വരിക, 4 വരിക. ഇവിടെ n+l വാല്യൂ എന്ന് പറയുമ്പോൾ n വാല്യൂ 3 ആണ്, d വാല്യൂ 2 ആണ്. സോ 3+2 എന്ന് പറഞ്ഞാൽ 5 ആണ്, l വാല്യൂ 2 ആണ്. സോ എനർജി ശരിക്കും കൂടുതൽ ഇയാൾക്കാണ്. 3Dക്കാണ് ടോട്ടൽ എനർജി കൂടുതൽ, n വാല്യൂ കൂടുതൽ 4sനാണ്. അപ്പോൾ ടോട്ടൽ എനർജി 3Dക്ക് ആയതുകൊണ്ടാണ് എനർജി കുറഞ്ഞ 4sൽ ആദ്യം ഫില്ല് ചെയ്തത്. അപ്പോൾ റീസൺ പറഞ്ഞത് തെറ്റാണ്, എക്സ്പ്ലനേഷൻ തെറ്റാണ്. റീസൺ ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4sന് ഹയർ n വാല്യൂ ഉണ്ട്. പക്ഷേ അത് ഈ അസേഷൻ്റെ റീസൺ അല്ല. അഥവാ 4sൽ അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള കാരണം ഹയർ n വാല്യൂ ഉള്ളത് കൊണ്ടല്ല. 4sൽ ഫില്ല് ചെയ്യാനുള്ള കാരണം അയാളുടെ n+l വാല്യൂ ചെറുതാണ്. n+l വാല്യൂ 3Dയേക്കാൾ ചെറുതാണ്. സോ അസേഷനും റീസണും ശരിയാണ്, ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. എയും ആറും രണ്ടും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിശദീകരണം അല്ല ആർ. സോ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. എക്സാം ഹോളിലൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഇവിടുന്നൊക്കെ ആകുമ്പോൾ അങ്ങനെ ആലോചിച്ച് കുറേ സമയം കളയാം. എക്സാം ഹോളിൽ അത്ര സമയം കളയണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് എക്സ് ഇസ് ഗിവൺ 1s2 2s2 2p6 3s2 3p6 3d5 4s2. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അറ്റോമിക് നമ്പർ എഴുതാൻ ഇത് മൊത്തം കൂട്ടിയാൽ മതി. നിങ്ങൾക്കറിയാം 3p6 വരെ 18 ഇലക്ട്രോൺ ആയിരിക്കും. 18 2 25 25. സോ അറ്റോമിക് നമ്പർ 25 കിട്ടി. 3p6 വരെ എന്തായാലും 18 ആയിരിക്കും. പിന്നെ 18ലേക്ക് 4sലേക്ക് 2 ഫില്ല് ചെയ്താൽ 20 ആകും. ദെൻ 3d5. ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് എക്സ് ബിലോങ്. ഏത് ഗ്രൂപ്പിലാണ് ഈ എക്സ് കിടക്കുന്നത്? ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദ്യം. മക്കളെ ഗ്രൂപ്പും ബ്ലോക്കും പീരീഡൊക്കെ കണ്ടുപിടിക്കാമല്ലോ. ബ്ലോക്ക് ഏതാ വരിക? ബ്ലോക്ക് വരിക ഡി ബ്ലോക്കാണ്. കാരണം അവസാനത്തെ ഇലക്ട്രോൺ കയറി ഡിയിലേക്കാണ്. പീരീഡ് ഏതാ വരിക? പീരീഡ് വരുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഔട്ടർ മീൻസ് ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. ഹയസ്റ്റ് ഷെൽ നമ്പർ 4 ആണ് ഇവിടെ. അപ്പോൾ 4 ആണ്. ദെൻ ഗ്രൂപ്പ് ഏതാ വരിക? ബ്ലോക്ക് ഡി ആണെങ്കിൽ
ബ്ലോക്ക് ഡി ആണെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും എസ്സിലുള്ള ഔട്ടർ മോസ്റ്റ് എസിൻ്റെ ഇലക്ട്രോണും പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിൽ എണ്ണണം 5 + 2 7 ആണ് ഗ്രൂപ്പ്. 5 + 2 7 ആണ് ഗ്രൂപ്പ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. An element A belongs to 4th period. It has 3 electrons in its 3D subshell. Write the subshell electronic configuration of a very simple question. 4 period. An element A belongs to 4th period. ഒരു എലമെൻറ്റ് എ 4ാമത്തെ പീരീഡിലാണെന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6 വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. കാരണം 4th പീരീഡിലാണ് പോകുന്നത്. 3p കഴിഞ്ഞിട്ട് പിന്നെ 3dയും 4sഉം വരും. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട പോയിന്റ് 4th പീരീഡിലാണ് അവസാനത്തിലുണ്ട്. അപ്പോൾ 4 വരും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം 4pയും 4dയും ഒക്കെ വന്നിട്ടുണ്ട്, വരാം. പക്ഷേ അവസാനത്തെ ഇലക്ട്രോൺ കിടക്കുന്നത് ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺ ഇൻ 3D സബ്ഷെൽ എന്ന് പറയുമ്പോൾ 3D കംപ്ലീറ്റ് ഫില്ലല്ല. 3D കംപ്ലീറ്റ് ഫില്ലായാലേ അപ്പുറത്തേക്ക് ഇനി ആളുണ്ടാവും, 4pയിലേക്കൊക്കെ ആളുണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞത് 3Dയിലാകെ 3 ഇലക്ട്രോണാണ്. അപ്പോൾ 4sൽ 2 എണ്ണം കൊടുത്ത് ബാക്കിയുള്ള 3 ഇലക്ട്രോണാണ് ഇവിടെ ഫില്ല് ചെയ്തത്. ശരിയല്ലേ? 4sൽ ആദ്യം 2 എണ്ണം ഫില്ല് ചെയ്തിട്ട് 3 എണ്ണം. അപ്പോൾ അതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ബിലോങ് ടു ദി ബ്ലോക്ക് ടു വിച്ച് എ ബിലോങ്സ്. എ ഉൾപ്പെടുന്ന ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഏതെങ്കിലും 2 സവിശേഷത എഴുതുക. എയുടെ ബ്ലോക്ക് ഏതാ? ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്കിൻ്റെ 2 സവിശേഷത അറിയാലോ. കാറ്റലിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നു, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നു. സെറ്റ്. സോ അങ്ങനെ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പോവാണ്. ഇലക്ട്രോ കെമിസ്ട്രി റെഡി. അടുത്തിലേക്ക് പോയാലോ? ഇലക്ട്രോ കെമിസ്ട്രി നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. യെസ്, എല്ലാവരും സെറ്റല്ലേടാ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്, ഞാൻ ആദ്യം ഇലക്ട്രോ കെമിസ്ട്രിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഈ ചിത്രമൊക്കെ ഒന്ന് നോക്കി വെച്ച് പോകണേ. ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് വാട്ടറിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം അത് ഞാൻ വെട്ടണമെന്ന് പറഞ്ഞുതരാം. വാട്ടറിലൂടെ കറണ്ട് കടത്തിവിട്ട്, അതാണ് ഇലക്ട്രോലിസിസ്. വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ വാട്ടറിലൂടെ H2O പൊട്ടിപ്പോവും. H2 ആവും, ഒരു ഭാഗം O2 ആവും. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ട്രിക്കാണ്, ഓക്സിജനാണ്. അതുകൊണ്ട് അതാണല്ലേ പോസിറ്റീവ്. നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്ന നമ്മൾ നല്ല സാധനം ഓക്സിജനാണ്. അപ്പോൾ അത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് പോവുക, മറക്കരുത്. 2 ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ കേൾക്കുമ്പോൾ തന്നെ ബോംബാണ്. അപ്പോൾ അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് പോകുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ അങ്ങനെ നിങ്ങൾ ക്രാക്ക് ചെയ്യും. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, അത് ആനോഡാണോ കാഥോഡാണുള്ള ചോദ്യമാണ്. മക്കൾ ശ്രദ്ധിച്ചോ. ഗാൽവനിക് സെല്ലാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുക. ഗാൽവനിക് സെല്ലിനാണ് നമ്മൾ ലോൺ എന്ന് പറയുന്ന ട്രിക്ക് ഉപയോഗിക്കുക. ആ ലോൺ എന്ന് പറയുന്ന ട്രിക്ക് പ്രകാരം ലെഫ്റ്റിൽ ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവാണ്. സോ ഗാൽവനിക് സെല്ലിൽ ആനോഡ് എന്താണ്? നെഗറ്റീവാണ്. മാറിപ്പോകാതിരിക്കാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടോ. കാഥോഡ് സ്വാഭാവികമായിട്ട് അപ്പോൾ പോസിറ്റീവാണ് ഗാൽവാനിക് സെല്ലിൽ. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ ഇലക്ട്രോലിറ്റിക് സെൽ. കറണ്ട് കടത്തി വിടുന്ന സെല്ല് ഇലക്ട്രോലിറ്റിക് സെല്ല. അപ്പോൾ ഇവിടെ കറണ്ട് കൊടുത്തിട്ട് നടക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ ഇതിലെന്താ ഗാൽവനിക് സെല്ലിൽ എന്താ കറണ്ട് ഉണ്ടാക്കുക ചെയ്യുക. ഇവിടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് വെള്ളം മുടിക്കണം. അപ്പോൾ ഇത് ഗാൽവനിക് സെല്ലല്ല, ഇത് ഇലക്ട്രോലിറ്റിക് സെല്ല. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നേരെ തിരിച്ചായിരിക്കും. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ആനോഡിലേക്കാണ് ഓക്സിജൻ പോകുന്നത്, കാഥോഡിലേക്കാണ് ഹൈഡ്രജൻ പോകുന്നത്. തെറ്റിക്കണ്ട. റെഡി? ഒരു ട്രിക്ക് അതാണ്. മറ്റൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ആദ്യത്തെ ആൾ കാഥോഡുക്കും 2ാമത്തെ ആൾ ആനോഡുക്കും ആയിരിക്കും പോകുമെന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞത്. ആ ട്രിക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ആദ്യത്തെ ആളരാ ഹൈഡ്രജൻ, അപ്പോൾ അത് കാഥോഡുക്ക്, 2ാമത്തെ ആളരാ ഓക്സിജൻ, അത് ആനോഡിലേക്ക്. അങ്ങനത്തെ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. റെഡി? അപ്പോൾ അത് കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിത്രങ്ങളെല്ലാം നോക്കി വെച്ചുകൊണ്ടു. ചിത്രങ്ങൾ ഇതൊക്കെ അറിയാലോ. ഈ ചിത്രമൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ചിത്രമാണ്, വൈദ്യുത ലേപനത്തിൻ്റെ ചിത്രമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതിൻ്റെ മുകളിലാണോ കവറിങ് ചെയ്യേണ്ടത് അത് കാഥോഡിലാണ് വരിക. അതാണ് നെഗറ്റീവ് പാർട്ട് ഇവിടെ. അപ്പോൾ നെഗറ്റീവ് ടെർമിനലിലാണ് അയൺ റിങ്, ആ വള എടുത്തു വെച്ചിട്ടുള്ളത്. കോട്ട് ചെയ്യേണ്ടുന്ന സാധനം ഉണ്ടല്ലോ, കോട്ട് ഏതുകൊണ്ടാണോ കോട്ട് ചെയ്യേണ്ടത് അത് പോസിറ്റീവ് ഇതിലാണ് വരുന്നത്. അപ്പോൾ കോപ്പർ കൊണ്ടാണ് കോട്ട് ചെയ്യണമെങ്കിൽ കോപ്പർ പോസിറ്റീവിൽ വെക്കും. ഗോൾഡ് കൊണ്ടാണ് കവർ ചെയ്യണമെങ്കിൽ ഗോൾഡ് പോസിറ്റീവിൽ വെക്കും. സിൽവർ കൊണ്ടാണ് കവർ ചെയ്യുന്നത് സിൽവർ പോസിറ്റീവിൽ വെക്കും. എന്നിട്ട് അവിടെ നിന്ന് പോകും. അപ്പം പോസിറ്റീവിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കറണ്ട് കടത്തി വിടുകയാണ്. കണ്ടോ, കറണ്ട് കടത്തി വിടണം. അപ്പോൾ കറണ്ട് കടത്തി വിടുന്നതിൽ പോസിറ്റീവ് ആരാണ്? ആനോഡാണ്. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവാണ്. അത് ലോൺ എന്ന് പറഞ്ഞാൽ ട്രിക്കുമെന്ന് ആലോചിക്കുക. എന്നിട്ട് ഇത് പറയാം. സ്വാഭാവികമായിട്ട് ഇത് കാഥോഡാണ്. മറന്നു പോവല്ലേ?
ഇലക്ട്രോപ്ലേറ്റിംഗ്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗിൽ വൈദ്യുത ലേപനം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾ കോപ്പർ ആണല്ലോ ഇവിടെ കവർ ചെയ്യുന്നത്, അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നെ ഇവിടെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഗോൾഡാണ് കവർ ചെയ്യണമെങ്കിലോ, ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും എടുക്കണം. സയനൈഡിൻ്റെ സൊല്യൂഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ സിൽവറാണ് കവർ ചെയ്യേണ്ടതെങ്കിൽ സിൽവർ സയനൈഡും സോഡിയം സയനൈഡും എടുക്കണം. അഥവാ സോഡിയം സയനൈഡ് കിട്ടിയില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് എടുത്താലും മതി. സോ സയനൈഡുകളാണ് സാധാരണ എടുക്കുക. ഓക്കെ, റെഡി? ആ പോയിന്റുകളും കൂടെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Examine the diagram of a galvanic cell and find out whether the given statements are true or false. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ഫാൾസ് എന്ന് കണ്ടുപിടിക്കാം. As the cell operates, the mass of the zinc rod decreases. സിങ്കിൻ്റെ മാസ് ഈ റിയാക്ഷൻ സിങ്കിൻ്റെ മാസ് കുറയും. ശരിയാണ്. കാരണം സിങ്ക് എന്ന് പറയുന്നയാൾ ഓരോ റിയാക്ഷൻ നടക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടെടുത്ത് Zn2+ ആവും, 2 ഇലക്ട്രോണിനെ വിട്ടെടുത്ത് Zn2+ ആവും, 2 ഇലക്ട്രോണിനെ വിട്ടെടുത്ത് Zn2+ ആവും. സിങ്കിൻ്റെ മാസ് കുറയും. അങ്ങനെ ഭയങ്കരമായിട്ട് കുറയുന്നില്ല, പക്ഷേ കുറയും. ദെൻ ദ കോപ്പർ ഇലക്ട്രോഡ് ഈസ് ദി ആനോഡ്. ആനോഡായിട്ട് വന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. അത് തെറ്റാണ്, ഫോൾസ് ആണ്. കോപ്പർ കാഥോഡാണ് ഇവിടെ. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ദി സിങ്ക് ഇലക്ട്രോഡ് ടു ദി കോപ്പർ ഇലക്ട്രോഡ് ത്രൂ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. അതും ശരിയാണ്. ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് പോകുന്നു. ഡ്യൂറിങ് ദി സെൽ റിയാക്ഷൻ റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി കോപ്പർ ഇലക്ട്രോഡ്. കോപ്പറിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അതും ശരിയാണ്. കാരണം കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുക. എന്തായാലും നമ്മുടെ ട്രിക്ക്, ലോൺ എന്ന് പറയുന്ന ട്രിക്ക് ഉണ്ട്. പിന്നെ ആനോക്സ് എന്ന് പറയുന്ന ട്രിക്ക് ഉണ്ട്. ആനോക്സ് എന്ന് പറഞ്ഞാൽ ആനോഡിൽ ഓക്സിഡേഷൻ, ഒരു കാളം. റെഡ് ക്യാറ്റ്, ചുവന്ന പൂച്ച, റിഡക്ഷൻ കാഥോഡ്, അങ്ങനെ കുറേ ട്രിക്ക് ഉണ്ട്. ദെൻ ഡ്യൂറിങ് സെൽ റിയാക്ഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഡിക്രീസസ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ Cu2+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അതും ശരിയാണ്. കാരണം ഇവിടെ Cu2+SO4, CuSO4 ആണ് ഇവിടുത്തെ സൊല്യൂഷൻ. അപ്പോൾ CuSO4ൽ Cu2+SO4 2- ആണ്. ആ Cu2+ ഇങ്ങനെ എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ Cu2+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. സോ സിങ്കിൻ്റെ മാസ് ഇവിടെ കുറയുന്നുണ്ട്, Cu2+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറയുന്നുണ്ട്. കാരണം Cu2+ ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടെടുത്ത് Zn2+ ആവും. Zn gives Zn2+ + 2 ഇലക്ട്രോൺ. Cu2+ 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് Cu ആവും. അപ്പോൾ Cu2+ + 2 ഇലക്ട്രോൺ gives Cu, മീൻസ് Cu2+ൻ്റെ അളവ് കുറയുന്നു. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ മക്കളെ? എൻ്റെ മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. ദെൻ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവനിക് സെൽ ഈസ് ഗിവൺ. ഓക്കെ, തന്നോട്ടെ. അതിൽ Zn + 2Ag + gives Zn2+ + 2Ag. റെഡി? റെപ്രസെൻറ്റ് ഡയഗ്രമാറ്റിക്കലി ദ എബവ് ഗാൽവനിക് സെൽ. ഈ ഗാൽവനിക് സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വെരി സിമ്പിൾ. ഇതിൽ നോക്കിക്കേ, സിങ്ക് ആണ് സിങ്ക് 2+ ആവുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്നർത്ഥം. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആവുന്നു. അപ്പോൾ Ag+ ഇലക്ട്രോണിനെ വാങ്ങി Ag ആവും. അപ്പോൾ ഇത് കൊടുക്കൽ, അപ്പോൾ ഓക്സിഡേഷൻ, അത് ആനോഡ്. സോ സിങ്ക് ആണ് ഇവിടെ ആനോഡിൽ വരിക. എങ്ങനെ? സിങ്ക് 2+ ആയി 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണ് ആനോഡ്. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുക. Ag+ ഇലക്ട്രോണിനെ വാങ്ങി, അപ്പോൾ അത് റിഡക്ഷൻ ആണ്, അത് കാഥോഡിലാണ്. ആനോഡിലും കാഥോഡിലും ആളെ കെട്ടി. സോ നമ്മൾ 2 പാത്രം വരയ്ക്കുന്നു. ആ 2 പാത്രത്തിൽ 2 റോഡ് ഇറക്കി വെക്കുന്നു. ആ 2 റോഡ് ഇറക്കി വെച്ച് അവിടെ വോൾട്ട് മീറ്ററും വെക്കുന്നു. സെറ്റ്. ദെൻ എൻ്റെ മക്കളെ, ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ദെൻ ഇവിടെ ഏത് റോഡുണ്ട്? ഇവിടെ സിങ്ക് റോഡുണ്ട് ആനോഡിൽ, ഇവിടെ കാഥോഡിൽ Ag റോഡും ഉണ്ട്. ഇനി സിങ്ക് ഇറക്കി വെച്ച സൊല്യൂഷൻ ZnSO4, സിങ്ക് സൾഫേറ്റ്. സിൽവർ ഇറക്കി വെച്ച സൊല്യൂഷൻ AgNO3, സിൽവർ നൈട്രേറ്റ്. ഒന്നുമില്ല, അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആണോ? സിൽവർ ആണെങ്കിൽ സിൽവറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആണോ? സിങ്ക് ആണെങ്കിൽ സിങ്കിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആണോ? അത്രയേ ഉള്ളൂ. ദെൻ മക്കളെ, അത് സെറ്റ്. വിച്ച് ഇലക്ട്രോഡ് ഹാസ് എ നെഗറ്റീവ് ചാർജ്? ഇതിൽ ഏതിനാണ് നെഗറ്റീവ് ചാർജ്? ഏത് ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്? നിങ്ങൾക്കറിയാം, ഇത് ഗാൽവനിക്സ് അല്ല. ഇതൊരു ഗാൽവനിക്സ് അല്ല. ഗാൽവനിക് സെല്ലിൽ ആനോഡാണ് നെഗറ്റീവ്. സോ ഏത് ഇലക്ട്രോണാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്? സിങ്കിനാണ്. ആനോഡിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. ദെൻ വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ഈച്ച് ഇലക്ട്രോഡ്? ഓരോ ഇലക്ട്രോണിലും നടക്കുന്ന റിയാക്ഷൻ എന്താണ്? വെരി സിമ്പിൾ. സിങ്ക് എന്ന് പറയുന്നയാൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആവും. Zn gives Zn2+ + 2 ഇലക്ട്രോൺ. കിട്ടിയല്ലോ. സിങ്ക് എന്ന് പറയുന്നയാൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആവും. അപ്പോൾ എന്താണ് Ag നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താ? Ag+ എന്ന് പറയുന്നയാൾ ഇലക്ട്രോണിനെ വാങ്ങും. Ag+ എന്ന് പറയുന്നയാൾ ഇലക്ട്രോൺ ആവും. പക്ഷേ ഒരു പ്രശ്നം, 2 Ag ഉണ്ട്. അപ്പോൾ 2 Ag+ 2 ഇലക്ട്രോണിനെ വാങ്ങും. കാരണം ഇവിടെ 2 ഇലക്ട്രോണിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോണിനെ വാങ്ങണം. സോ 2 Ag ആവും. സിമ്പിൾ, ഹംബിൾ ആൻഡ് ഹോറിബിൾ. റെഡി. അത് സെറ്റാണോ? മക്കളെ? അത് സെറ്റാണോ?
അടുത്ത ക്വസ്റ്റ്യൻ, എ ഗാൽവാനിക് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി ഫോളോയിങ് ഹാഫ് സെൽസ്. എ മഗ്നീഷ്യം ഇലക്ട്രോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ. മഗ്നീഷ്യം സൾഫേറ്റിൽ എടുത്തിട്ടുണ്ട്. നിക്കൽ ഇലക്ട്രോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ നിക്കൽ സൾഫേറ്റ്. നിക്കൽ സൾഫേറ്റിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഹാഫ് സെൽസ് ആർ ഗിവൺ. Mg gives Mg2+. അപ്പോൾ ഇവിടെ ഇയാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ആനോഡിൽ. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആനോഡിൽ. പ്രൊഡക്റ്റിൽ ഇലക്ട്രോൺ എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുത്തു. ഇയാൾ ഇലക്ട്രോണിനെ വാങ്ങുന്നു. കണ്ടോ, ഇലക്ട്രോണിനെ വാങ്ങി. Na2+ 2 ഇലക്ട്രോണിനെ വാങ്ങി. അപ്പോൾ ഇത് കാഥോഡിലാണ്. ഡ്രോ ദി സെൽ ഡയഗ്രാം ആൻഡ് ലാബിൽ ദി ആനോഡ് കാഥോഡ് ഡിറക്ഷൻ ഓഫ് ഫ്ലോ. അത് നമ്മൾ ഓൾറെഡി തൊട്ടുമ്പ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്തത്. സമയം കളയുന്നില്ല. Mg നിക്കലും വെച്ചിട്ട് ഇവിടെ ആനോഡും കാഥോഡും ഞാൻ അടയാളപ്പെടുത്തിയിരുന്നു. ഇനി നേരത്തെ വരച്ച പോലെ ചിത്രം വരച്ചാൽ മതി. റെഡി, നോ വറീസ് മക്കളെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ, when an aqueous sodium chloride solution is electrolyzed, the reaction that take place at the anode is. നല്ല ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പ്രത്യേകം പറയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl ആണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ H2O കൂടി ഉണ്ട് എന്നർത്ഥം. ഇനി JS ട്രിക്ക് പ്രകാരം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. JS ട്രിക്ക് പ്രകാരം ഒരു സൊല്യൂഷനിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ, ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ ആദ്യത്തെ ആൾ കാഥോഡിലും രണ്ടാമത്തെ ആൾ ആനോഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ ഇവിടെ കാഥോഡിൽ NAയും ആനോഡിൽ Cl ആയിരിക്കും. ഒറ്റയടിക്ക് പറയാൻ പറ്റും. H2ലൂടെയാണ് കറണ്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ കാഥോഡിൽ H2ഉം ആനോഡിൽ ഓക്സിജനും ആയിരിക്കും. പക്ഷേ ഒരു പ്രശ്നം, ഇവിടെ രണ്ടും കൂടെ ചേർന്ന മിക്സറാണ്. NaCl വേറെ H2O വേറെയല്ല. ഇത് ഒറ്റ മിക്സറാണ്. അപ്പോൾ കാഥോഡിൽ Na ആണ് പോവുക, H2 ആണ് പോവുക. ശ്രദ്ധിക്കുക, കാഥോഡിൽ സോഡിയം പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ H2 പോകും. സോ സോഡിയത്തിനെ വെട്ടിച്ച് H2 പോവും കാഥോഡിൽ, മറക്കരുത്. അപ്പോൾ NaCl സൊല്യൂഷനിലൂടെ കറണ്ട് എടുത്തില്ല. NAക്ക് കാഥോഡിക്ക് പോകാൻ പറ്റില്ല. ശരിക്കും Na പോകണം, പക്ഷേ H2 പോകും. അതേപോലെ Cl ഉണ്ട് ഓക്സിജനും തമ്മിലാണ് അടുത്ത മത്സരം. Cl ഒറ്റക്ക് NaCl ഒറ്റക്കായിരുന്നെങ്കിൽ Cl പോകും, H2 ഒറ്റക്കായിരുന്നെങ്കിൽ ഓക്സിജൻ പോകും. എന്നാൽ Clഉം H2ഓയും കൂടെ വരുമ്പോൾ Cl പോകും, ഓക്സിജൻ പോകും. അവിടെ Cl ആണ് പോവുക. അഥവാ ആനോഡിൽ ക്ലോറിൻ്റെ റിയാക്ഷനും കാഥോഡിൽ ഹൈഡ്രജൻ്റെ റിയാക്ഷനാണ്. സോ ആനോഡത്തെ റിയാക്ഷൻ അല്ലേ ചോദിച്ചത്? ആനോഡിൽ ക്ലോറിൻ്റെ റിയാക്ഷൻ, ഓപ്ഷൻ 4. ആനോഡിൽ ക്ലോറിൻ്റെ റിയാക്ഷനാണ് ചോദിച്ചത്. സോ ആനോഡിൽ ക്ലോറിൻ്റെ റിയാക്ഷനാണ് വരിക, കാഥോഡിൽ ഹൈഡ്രജൻ്റെ റിയാക്ഷനാണ് വരിക. ബാക്കി ഇവിടെ ഉള്ള OHഉം ഇവിടെ ഉള്ള NAയും കൂടി ചേർന്ന് NaOH ഉണ്ടാവും അവിടെ. അപ്പോൾ ഒരു ബേസും ഈ റിയാക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ NaOH സൊല്യൂഷനിലൂടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അവിടെ ബേസായ NaOHഉം കൂടെ ഉണ്ടാവും. റെഡി മക്കളെ? എന്താ ക്വസ്റ്റ്യൻ? റെഡി മക്കളെ? റെഡി. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഓക്കെ, ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ. ബ്രാസ് എന്ന് പറയുന്നത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെ ഒരു അലോയ് ആണ്. വെൻ ബ്രാസ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് സലൈൻ വാട്ടർ, കൊറോഷൻ ഓഫ് മെറ്റൽ ടേക്ക് പ്ലേസ് ആൻഡ് സിങ്ക് ഗ്രാജുവലി ഡിസോൾവ്സ് ഇൻ ദ സൊല്യൂഷൻ ലീവിംഗ് കോപ്പർ ബിഹൈൻഡ്. എക്സ്പ്ലെയിൻ വൈ സിങ്ക് ഡിസോൾവ് ഇൻ കമ്പാരിസൺ ടു കോപ്പർ. വെരി സിമ്പിൾ. അതായത് സിങ്കും കോപ്പറും കൂടെ ചേർന്ന ആളാണ് ബ്രാസ്. അപ്പോൾ ബ്രാസിനെ നിങ്ങൾ ഒരു സലൈൻ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സലൈൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സിങ്ക് ആയിരിക്കും, കോപ്പർ അല്ല. വൈ? വെരി സിമ്പിൾ. സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ ആരേക്കാൾ? കോപ്പറിനേക്കാൾ. സോ ബ്രാസ് എന്ന് പറയുന്ന സിങ്കും കോപ്പറും ചേർന്ന അലോയിലേക്ക് നിങ്ങൾ സലൈൻ വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ സലൈൻ വാട്ടറുമായിട്ട് ബ്രാസിലെ സിങ്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. കാരണം സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ് കോപ്പറിനേക്കാൾ. അപ്പോൾ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലായതുകൊണ്ടാണ് അത് പെട്ടെന്ന് റിയാക്ഷന് വേണ്ടി പോയത്. സെറ്റാണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Next question. A zinc rod is kept in CuSO4 solution for some time. What change is observed on the surface of the zinc rod? എടാ, CuSO4 സൊല്യൂഷനിൽ കുറച്ച് നേരത്തേക്ക് സിങ്ക് എന്ന് പറയുന്ന റോഡ് വെച്ചാൽ എന്താ സംഭവിക്കുക? സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലല്ലേ? അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായ സിങ്ക് കോപ്പറിന് ഇവിടുന്ന് ഒരൊറ്റ ചവിട്ടാണ്. അപ്പോൾ കോപ്പർ അവിടെ നിന്ന് പോയി സിങ്ക് അവിടെ കയറും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന കോപ്പർ ഇതിൻ്റെ മുകളിൽ കവറിങ് ആയിട്ട് നിൽക്കും. സോ സിങ്ക് റോഡിൻ്റെ പുറത്ത് കോപ്പർ വന്ന് നിൽക്കുമ്പോൾ സിങ്ക് റോഡിൻ്റെ കളർ കോപ്പറിൻ്റെ കളറാവും. കോപ്പറിൻ്റെ കളർ ഒരു ബ്രൗണിഷ് കളറാവും. ചെമ്പല്ലേടാ. അപ്പോൾ ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഫെയ്ഡിങ് ഓഫ് ബ്ലൂ കളർ ഓഫ് ദി CuSO4 സൊല്യൂഷൻ? CuSO4 സൊല്യൂഷൻ്റെ കളർ ബ്ലൂ ആണ്. ആ ബ്ലൂ കളർ ഫെയ്ഡ് ആവാനുള്ള കാരണം എന്താ? വെരി സിമ്പിൾ. ബ്ലൂ കളറിന് കാരണക്കാരനായ CuSO4 CU അവിടുന്ന് പോവുകയും അങ്ങനെ അവിടേക്ക് സിങ്ക് കയറുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ സാറല്ലേ സിയുവിൻ്റെ കളർ ബ്രൗണിഷ് കളർ? സിയുവിൻ്റെ കളർ ബ്രൗണിഷ് കളർ, പക്ഷേ CuSO4ൻ്റെ കളർ ബ്ലൂ കളറാണ്. സോ CuSO4 സൊല്യൂഷൻ്റെ ബ്ലൂ കളറിന് ഫെയ്ഡ് ആവാൻ കാരണം ഇവിടുന്ന് Cu2+ അയോൺ പോകുന്നത് കൊണ്ടാണ്. ഈ Cu2+ അയോൺ പോയി സിങ്ക് എന്ന് പറയുന്ന റോഡിൽ പോയി പറ്റി പിടിക്കുന്നതുകൊണ്ടാണ്. സോ അതാണ് ആദ്യ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞു. അവസാനം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്കാണ്. മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്കാണ്. മെറ്റൽസ് വലിയൊരു ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ചെയ്തുതരാം. റെഡി? നോക്കണം മക്കളെ. മെറ്റൽസുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്?
എടാ ഈ ചിത്രങ്ങൾ തന്നു മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ചിത്രങ്ങൾ എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചിത്രങ്ങൾ എന്താണെന്ന് മാത്രം പറയാം, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ നോക്കണേ. ഇത് ലെവിഗേഷൻ്റെ ചിത്രമാണ്, ഇത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ ചിത്രമാണ്. അഥവാ ഓറിൻ്റെ കനം കൂടുതലും ഇമ്പ്യൂരിറ്റി കനം കുറവാണെങ്കിൽ ലെവിഗേഷനാണ് ചെയ്യാം. അപ്പോൾ ഓറ് താഴെ അടിഞ്ഞു കൂടും, ഇമ്പ്യൂരിറ്റി പുറത്ത് പോകും, ഗ്യാങ് പുറത്ത് പോകും. എന്നാൽ ഓറിന് കനം കുറവും ഗ്യാങ്ങിന് കനം കൂടുതലുമാണെങ്കിൽ കനം കൂടിയ ഗ്യാങ് താഴെ നിൽക്കും, ഓറ് നമ്മുടെ ഈ ഫ്രോത്തിൻ്റെ കൂടെ, ഫ്രോത്ത് പറഞ്ഞാൽ പതയാണ്, പതയുടെ കൂടെ മുകളിലേക്ക് വരും. അതാണ് ഈ ചിത്രത്തിൽ നിന്ന് മക്കൾ മനസ്സിലാക്കേണ്ടത്. ദെൻ മാഗ്നറ്റിക് സെപ്പറേഷൻ അറിയാലോ, മാഗ്നറ്റിക് പവറുള്ള ഓറോ അല്ലെങ്കിൽ ഗ്യാങ്ങോ അതിൻ്റെ കൂടെയുള്ള ആളും. അപ്പോൾ ഒരാൾ മാഗ്നറ്റിക് ആയിരിക്കും, ഒരാൾ നോൺ മാഗ്നറ്റിക് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ആ ഓറിനെ ഇടുന്നു. ഈ ഓറിൻ്റെ പ്രത്യേകത, ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, മറ്റാൾക്ക് നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അങ്ങനെ നിങ്ങൾ മാഗ്നറ്റിക് റോഡറിലൂടെ ഇടുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളയാൾ മാഗ്നറ്റിനോട് ചേർന്ന് ഒരു വെസലിലേക്ക് വീഴും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾ ഇവിടുന്ന് തെറിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ നിങ്ങൾ രണ്ടിനെയും സെപ്പറേറ്റ് ആക്കും, അഥവാ രണ്ടിനെയും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. യെസ്, അതാണ് ആ ചിത്രം. ദെൻ ഇത് ബ്ലാസ്റ്റ് ഫേണസിൻ്റെ ചിത്രം. ഞാൻ കുറച്ച് ചിത്രങ്ങളൊന്ന് നോട്ട് ചെയ്ത് പറഞ്ഞുതരാമെന്നാണ്. ഈ ബ്ലാസ്റ്റ് ഫേണസിൻ്റെ ചിത്രം, ബ്ലാസ്റ്റ് ഫേണസ് ഇരുമ്പിൻ്റെ അയണിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ഇതിൽ ചാർജ് എന്ന് പറയുന്ന ആളെയാണ് നിങ്ങൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് മുകളിൽ നിന്നിടുക. ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓറും അതുപോലെയൊക്കെ കാർബൺ അഥവാ കോക്കും ലൈം സ്റ്റോണും കൂടെ ചേർന്ന മിക്സ്ചറാണ്. താഴ്ഭാഗത്ത് നല്ല ഹോട്ട് എയർ അവിടുന്ന് പുറത്ത് വരുന്നുണ്ട്, അഥവാ ഓക്സിജൻ വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ 3 സ്റ്റേജ് റിയാക്ഷൻ നടക്കുകയും അങ്ങനെ റിയാക്ഷൻ നടന്ന് പിന്നെ നിങ്ങളുടെ അയൺ, മോൾട്ടൻ അയൺ ഇവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് ഓൾസോ മോൾട്ടൻ അയണിലുണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്ന സ്ലാഗ് ഉണ്ടായിരുന്നു, ആ സ്ലാഗ് താഴത്തൂടെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നു. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, റെഡി? അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അത് സെറ്റല്ലേ? ഇതും ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ നേരത്തെ ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞില്ലേടാ, വൈദ്യുത ലേപനം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വരുന്നൊരു സംഭവം. അതിൽ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 2 ഭാഗത്ത് ഇവിടെ അയൺ റിങ്ങും ഇവിടെ ഇതൊക്കെ എടുത്തിരുന്നല്ലോ, അതേപോലെ ഇവിടെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, അതായത് കറണ്ട് കടത്തി വിട്ടിട്ട് ശുദ്ധീകരിക്കണം. അതിൽ നിങ്ങൾ ആനോഡിൽ എടുക്കേണ്ടത് ഇമ്പ്യൂർ ആയ ആളെയാണ്, ഇമ്പ്യൂർ മെറ്റലാണ് ആനോഡിൽ എടുക്കേണ്ടത്. കാഥോഡിൽ എടുക്കേണ്ടത് പ്യുവർ ആയിട്ടുള്ള ആളെയാണ്. അങ്ങനെ റിയാക്ഷൻ നടക്കുകയും ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നടക്കുന്ന റിയാക്ഷൻ, വൈദ്യുത ലേപനത്തിൽ അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു, അവിടെ നടക്കുന്ന റിയാക്ഷനും ഇവിടെ നടക്കുന്ന റിയാക്ഷനൊക്കെ എഴുതാൻ എളുപ്പമാണ്. ആനോഡിൽ എഴുതുന്ന റിയാക്ഷൻ എന്താണോ അത് തിരിച്ചെഴുതിയ കാഥോഡത്തെ റിയാക്ഷനായി. ഏതിൽ? വൈദ്യുത ലേപനം എന്ന് പറയുന്ന പോയിന്റിലും ഇവിടെയും ഈ നമ്മുടെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഫോർ എക്സാമ്പിൾ, ഇത് ഇമ്പ്യൂർ കോപ്പറാന്ന് വിചാരിച്ചോ, ഇത് പ്യുവർ കോപ്പറാന്ന് വിചാരിച്ചോ. സിമ്പിളായിട്ട് ആനോഡിലുള്ളത് ഇമ്പ്യൂർ കോപ്പർ അല്ലേ, അപ്പോൾ ആനോഡത്തെ കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cu2+ + 2 ഇലക്ട്രോണാവും. അപ്പോൾ കാഥോഡിൽ നടക്കുക തിരിച്ച് ഈ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങി Cu, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അപ്പോൾ റിയാക്ഷൻ എഴുതാൻ ഈസിയാണ്. ഇത് ആനോഡിലുള്ള റിയാക്ഷൻ, മറ്റേത് കാഥോഡിലുള്ള റിയാക്ഷൻ എഴുതാൻ ഈസി അല്ലേ? റെഡി? അപ്പോൾ ആ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ഇതും പോസിറ്റീവ് ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റാണ്. റെഡി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. യെസ്, ആദ്യം നമ്മുടെ ഓറും ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഓറിനെ ഓക്സിഡേഷൻ ചെയ്യുന്നത്, എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് റോസ്റ്റിങ്ങിലൂടെയാണ്. യെസ്, അത് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റിന് ഏതാണ്? കാർബണേറ്റ് എന്ന് പറയുമ്പോൾ കാൽസിനേഷനാണ്. അപ്പോൾ കാർബണേറ്റിന് ഏതാണ് മക്കളെ? കാൽസിനേഷനാണ്. റെഡി? ദെൻ അടുത്തത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാന്തിക വേർതിരിക്കലാണ്, അഥവാ മാഗ്നറ്റിക് സെപ്പറേഷനാണ് മാഗ്നറ്റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ബോക്സൈറ്റിന് ഏതാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ഓറാണ്. അലൂമിനിയത്തിൻ്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തത് ലീച്ചിങ് വഴിയാണ്. ലീച്ചിങ് വഴിയാണ്. റെഡി? അപ്പോൾ ആ പോയിന്റ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, ബ്ലാസ്റ്റ് ഫേർണസിലുള്ള കുറച്ച് റിയാക്ഷനും കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കടാ, ഇരുമ്പ് അതിൻ്റെ ഓക്സൈഡായി മാറുന്ന പ്രവർത്തനമാണ് തുരുമ്പിക്കൽ അഥവാ കൊറോഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്സീകരണം എന്നാൽ എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ, ഒരു റിയാക്ഷനിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. ഓക്സീകരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചാർജ് കൂടുകയായിരിക്കാം, അല്ലെങ്കിൽ ഓക്സിജനേക്ക് ചേർക്കുന്നതായിരിക്കും, ഓക്സിജനിലേക്ക് ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഒരു കോമ്പൗണ്ടിലേക്ക്, ഒരു മെറ്റലിൻ്റെ സർഫസിലാണ് കൊറോഷൻ നടക്കുക. അപ്പോൾ ആ മെറ്റലിലേക്ക് ഓക്സിജൻ വന്ന് കയറുക, അതാണ് ഓക്സിഡേഷൻ. ഓക്സീകരണം നടക്കുക എന്ന് പറയുന്നത്. താഴെ കൊടുത്ത രാസസമവാക്യം പൂർത്തിയാക്കുക, താഴെ കൊടുത്ത ഈ റിയാക്ഷൻ പൂർത്തിയാക്കുക. Fe എന്ന് പറയുന്ന, എത്ര Fe എന്ന് ഇവിടെ എഴുതണം, അതിലേക്ക് ഓക്സിജൻ ചേർത്തപ്പോൾ Fe2O3 കിട്ടി.
എത്ര എണ്ണം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്, ബാലൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഇ അത് ഓക്സിജനാണ്. എന്താ അതിൻ്റെ ഓക്സിജൻ എന്ന് പറയാൻ കാരണം എഫ് ഇ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ചേർത്തു, അപ്പോൾ Fe2O3 കിട്ടി. എത്ര എഫ് ഇ ഉണ്ടോ? ഇവിടെ 2 എഫ് ഇ ഉണ്ട്. അപ്പോൾ 2Fe എന്ന് എഴുതി നോക്കുക കേട്ടോ, ശരിയാണോ എന്നല്ല. നമ്മൾ സാധാരണ പോലെ തുടങ്ങി നോക്കുകയാണ്. 2Fe എന്ന് എഴുതിയാൽ ശരിയാവാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ എഫ് ഇ എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ ഓക്സിജൻ എത്ര നോക്കും. ഇവിടെ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. അതിനെങ്ങനെ ബാലൻസ് ചെയ്യുക? 2 3 ഒരു നമ്പറെങ്കിൽ മാത്തമെറ്റിക്കൽ ഇത് പ്രകാരം അത് രണ്ടും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ നോക്കുക 6 ആണ്. 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 6 കിട്ടും, 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. അപ്പോൾ 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 6 കിട്ടുമെങ്കിൽ 3 ഒറ്റു, 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 6 കിട്ടുമെങ്കിൽ 2 Fe2O3. അപ്പോൾ 2 × 3 6. അപ്പോൾ ഇവിടെ ഓക്സിജൻ എണ്ണം സെയിം ആയി. അപ്പോൾ 2 Fe2 എന്ന് പറയുമ്പോൾ 4 Fe ആയി. അപ്പോൾ 4 Fe. ഇരുമ്പിൻ്റെ നാശനം തടയാനുള്ള അഥവാ കൊറോഷൻ തടയാനുള്ള 2 മെത്തേഡുകൾ. കൊറോഷൻ തടയാൻ ഒന്ന് പെയിൻ്റ് അടിക്കുക, പെയിൻറ് അടിക്കുക. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സർഫസ് കവറായല്ലോ. രണ്ടാമത്തത് കവറിങ് ബൈ അനദർ മെറ്റൽ. കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും. ആ കാഥോഡിനെ നിങ്ങളുടെ മെറ്റലിനെ കാഥോഡായിട്ട് എടുത്താൽ ആ കാഥോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മെറ്റലായിട്ട് ആനോഡായിട്ട് കവർ ചെയ്യുക. സോ കവറിങ് ബൈ അതർ മെറ്റൽ, മറ്റൊരു മെറ്റലുമായിട്ട് കവർ ചെയ്യുക. റെഡി? ആ പോയിന്റും ക്ലിയർ അല്ലേ മക്കളെ? ആ പോയിന്റും ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കെമിക്കൽ റിയാക്ഷൻ that occurs when calcium carbonate is heated is given. CaCO3 ഹീറ്റ് ചെയ്യുന്നു, CaOയും CO2 ഉണ്ടാകുന്നു. How is this chemical change of calcium carbonate utilized in the industrial preparation of iron? നല്ല ക്വസ്റ്റ്യൻ. കാൽഷ്യം കാർബണേറ്റ് ബ്രേക്ക് ചെയ്ത് Caയും CO2 ഉണ്ടാകുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. ചോദ്യം എന്താ അറിയുന്നിട്ട്, എങ്ങനെയാണ് ഈ കാൽഷ്യം കാർബണേറ്റ് ബ്രേക്ക് ചെയ്യുന്നത് അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആവുന്നത്? വെരി സിമ്പിൾ. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന CaO ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമുണ്ട്. എന്താ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് ആവശ്യം? ഈ CaO എന്ന് പറയുന്നയാൾ ഇരുമ്പിലടങ്ങിയ സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങിനെ, എങ്ങനെ നോക്കിയാലും പോകാത്ത സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചേർക്കുന്ന ഫ്ലക്സ് ആയിട്ട് CaO ഉപയോഗിക്കുന്നു. സോ ഈ CaCO3 ബ്രേക്ക് ചെയ്ത് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണം ആ CaOനെ ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ, സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ. അത് രണ്ടും കൂടെ ചേർന്നിട്ട് CaSiO3 എന്ന് പറയുന്ന സ്ലാഗ് ഉണ്ടാകും. ഈ സ്ലാഗിൻ്റെ പ്രത്യേകത അത് പെട്ടെന്ന് മെൽറ്റ് ആവും. ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ലെസ് ഡെൻസിറ്റി ആയ ആൾ പെട്ടെന്ന് ഒലിച്ചങ്ങ് പോയിക്കോളും. സോ മക്കളെ, ഫ്ലക്സും ഗ്യാങ്ങും കൂടെ ചെന്ന് സ്ലാഗ് ഉണ്ടാവുന്നു. സോ CaO പ്ലസ് SiO2 CaSiO3. അപ്പോൾ ഈ CaO കൊണ്ടുള്ള ഗുണം കാൽഷ്യം കാർബണേറ്റ് ബ്രേക്ക് ചെയ്തത് ഇവിടെ സഹായിച്ചു. അപ്പോൾ CaO കൊണ്ടുള്ള ഗുണം അതാണ് മക്കളെ. അത് സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഫോളോയിങ് ആർ 2 facts റിലേറ്റഡ് ടു ദി മാനുഫാക്ചർ ഓഫ് ആൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മെറ്റൽ. ഒരു വ്യാവസായികമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മെറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് ഹോട്ട് NaOH സൊല്യൂഷൻ. അതിൻ്റെ ഓറ് ഹോട്ട് NaOH സൊല്യൂഷനുമായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ അത് അലൂമിനിയമാണ്. അതെന്താ കാരണം? അലൂമിനിയത്തിൻ്റെ ഓറാണ്. അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റാണ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യിച്ചിട്ട് ലീച്ചിങ് നടത്തുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് ദി റെഡ്യൂസിങ് ഏജൻറ്റ് ടു എക്സ്ട്രാക്ട് ദ മെറ്റൽ. യെസ്, ഇവിടെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ അലൂമിനിയം തന്നെ, കാരണം അലൂമിനിയം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് അതിനെ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സാധാ മെത്തേഡൊന്നും പോരാ, കറണ്ട് തന്നെ കടത്തി വിടണം. These facts are related to the production of which metal? Aluminium. Already നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. What is the reason for using electricity as the reducing agent? High reactivity of aluminium. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഒന്ന് കാർബൺ മോണോക്സൈഡുമാണ്. ഇത് രണ്ടും ഇവിടെ പറ്റാത്തതിൻ്റെ കാരണം അലുമിനിയം അത്രയും റെഡ്യൂസിങ് ഏജൻറ്റ് ആണ് ചേർത്ത ഓക്സിജനെ ഒഴിവാക്കുക. അപ്പോൾ ചേർത്ത ഓക്സിജൻ ഒഴിവാക്കണമെങ്കിൽ സാധാരണ കാർബൺ ചേർത്താൽ മതി, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ചേർത്താൽ മതി. അവർ കൊണ്ടുപോയിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരും. പക്ഷേ അലുമിനിയത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ അവർ പോരാ. അലുമിനിയത്തിലുള്ള ഓക്സിജനെ പിടിച്ചു വലിക്കാൻ അവർ പോരാ, കാരണം അലുമിനിയത്തിൻ്റെ റിയാക്ടിവിറ്റി ഭയങ്കര പവറാണ്. സോ അലുമിനിയത്തിനോട് എതിരിടാൻ കറണ്ട് തന്നെ വേണം. അലുമിനിയത്തിനെ തള്ളിയിടാൻ ഈ കറണ്ട് തന്നെ വേണം, കാരണം അലുമിനിയം ഹൈലി റിയാക്റ്റീവാണ്. അലുമിനിയം ഹൈലി റിയാക്റ്റീവാണ്. റെഡിയാണോ മക്കളെ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് ദി ഇലക്ട്രോലൈറ്റ് ഹിയർ? ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആരാണ്? ക്രയോലൈറ്റ് ആണ്. Na3AlF6 എന്ന് പറയുന്ന ക്രയോലൈറ്റ് ആണ്. ക്രയോലൈറ്റ്. വിച്ച് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ്? ആനോഡിൽ പോകുന്ന ഗ്യാസ് ഏതാണ്? എടാ, അലുമിന എന്ന് പറയുന്നതാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്ന ആളുടെ ഇത് അലുമിനിയാണ്. Al2O3 .2H2 കളഞ്ഞു കഴിഞ്ഞാൽ Al2O3.
അതറിയാലോ ബോക്സൈറ്റിൻ്റെ ഫോമുല. ഈ ഫോമുലയിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആനോഡിൽ വരുന്ന ആരാണെന്നാണ് ചോദ്യം. ഫസ്റ്റത്തെ ആൾ കാഥോഡിലും രണ്ടാമത്തെ ആൾ ആനോഡിലും. അപ്പോൾ ഓക്സിജൻ. സിമ്പിൾ ഹമ്പിൾ ഐഡിയ. ഓക്സിജനാണ് അതിൻ്റെ ആൻസർ. സെറ്റ് മക്കളെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. റെഡി. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. യെസ്, റെഡി. ഇൻകംപ്ലീറ്റ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു ദി കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ആർ ഗിവൺ. സിങ്ക് കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? സിമ്പിൾ. അതിൽ ബൈ പ്രോഡക്റ്റ് CO2 തന്നുകൊണ്ട് ഈസിയാണ്. സിങ്ക് കാർബണേറ്റിൽ നിന്ന് ഇവിടുന്ന് ഒരു CO2 പോയാൽ, ഇവിടുന്ന് CO2 പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിജൻ ബാക്കി, സിങ്കും ബാക്കി, സിങ്ക് ഓക്സൈഡ് ZnO. ദെൻ ZnSും ഓക്സിജനും ഹീറ്റ് ചെയ്താൽ, ZnSും ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ, ഇവിടെ ഓക്സിജൻ്റെ ആബ്സൻസിൽ ഹീറ്റ് ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ സംഭവിക്കുക SO2 ഇവിടെ എഴുതി. അപ്പോൾ നിങ്ങൾ എഴുതാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റ് സിങ്ക് എന്നാണ്. അല്ല, തെറ്റാണ്. അതല്ല, അങ്ങനെ എഴുതരുത്. ഇവിടെ SO2 ഉണ്ടായി സിങ്ക് എന്ന് എഴുതാം സ്വാഭാവികമായിട്ടും. ബട്ട് കെമിസ്ട്രി ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല എപ്പോഴും. ദാറ്റ്സ് എ മാജിക് ഓഫ് കെമിസ്ട്രി. സോ ഇവിടെ സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. അപ്പോൾ സിങ്കിനെ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്താലും പ്രസൻസിൽ ഹീറ്റ് ചെയ്താലും കിട്ടുന്നത് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഏതൊരു മെറ്റലിനെയും, സിങ്ക് ആവണമെന്നില്ല, Fe ആയിക്കോട്ടെ, കാൽഷ്യം ആയിക്കോട്ടെ, ഏതൊരു മെറ്റലിനെയും ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താലും ആബ്സെൻസിൽ ഹീറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഓക്സൈഡ് ആയിരിക്കും. ഇനി ഇതിനെ ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, ഇവിടെ SO2, ഇവിടെ O2, ഇവിടെ 2, ഇവിടെ S, ഇവിടെ സിങ്ക് ഓക്സൈഡ്, ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 ഓക്സിജൻ. അപ്പോൾ 2 കൊടുക്കുക, 2 ഓക്സിജൻ, അപ്പോൾ 4 ആയി. സോ നിങ്ങളിവിടെ 2 ZnS കൊടുക്കുക. 2 സിങ്ക് ആയില്ലേ, 2 ZnS. അപ്പോൾ 2 സിങ്ക്. ബാലൻസ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. 2 ZnS, അപ്പോൾ 2 S ആയില്ലേ, അപ്പോൾ 2 SO2, 2 SO2. അപ്പോൾ പോരാട്ടോ, 2 SO2 ആകുമ്പോൾ എന്തായി? പിന്നെ 4 ഉണ്ട്, 6 ഓക്സിജനായി. സോ 3 O2. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. 2 ZnS plus 3 O2 gives 2 ZnO plus 2 SO2. ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഐഡന്റിഫൈ X and Y. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? അഥവാ ഇതാണ് കാൽസിനേഷൻ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്സിജൻ്റെ അഭാവത്തിൽ, ഓക്സിജൻ ഇല്ലാണ്ട് ഹീറ്റ് ചെയ്തതാണ് കാൽസിനേഷൻ. അതെങ്ങനെയാണ് സാറ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, 1 ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ, 2 ഇവിടെ കാർബണേറ്റാണ് കാൽസിനേഷൻ എടുക്കുക. കാൽസിനേഷൻ വഴി ഹീറ്റ് ചെയ്യുന്നത് കാർബണേറ്റുകൾക്കാണ്. അപ്പോൾ കാർബണേറ്റുകളാണ് ഇങ്ങനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ള ട്രിക്ക്, കാർബണേറ്റ് നനയ്ക്കുക, ഈ കാലി നനയ്ക്കുക. ഓക്സിജൻ ഇല്ല, കാലിയാണ്. ഇത് റോസ്റ്റിംഗ് ആണ്. അതെങ്ങനെ സാറിന് മനസ്സിലായത്? റോസ്റ്റിംഗ് ആണ്. ഇത് റോസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായത് 2-3 ട്രിക്കും ഉണ്ട് കേട്ടോ. റോസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായത് ഓക്സിജൻ്റെ പ്രസൻസിലാണ്. ഓക്സിജൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ റോസ്റ്റിംഗ് ആണ് 1. രണ്ടാമത്തത് സൾഫൈഡിൻ്റെ ഓറാണ്. സൾഫൈഡിൻ്റെ ഓറുകൾക്ക് റോസ്റ്റിങ്ങും കാർബണേറ്റിൻ്റെ ഓറുകൾക്ക് കാൽസിനേഷനാണ്. അത് ട്രിക്ക് വെച്ച് ആലോചിക്കണമെങ്കിൽ റോസ്റ്റിൽ S ഉണ്ട്, സൾഫൈഡ്, S സൾഫൈഡ്. ഇവിടെ കാൽസിനേഷൻ ഉണ്ട്, കാർബണേറ്റ്, ഇത് സൾഫൈഡ്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? സെറ്റല്ലേ? കാൽസിനേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, മറ്റേത് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, അല്ലെങ്കിൽ ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ എന്ന് പറയട്ടെ. കാൽസിനേഷൻ കുറച്ച് എയറിൽ ഉപയോഗിക്കും. ദെൻ കാൽസിനേഷൻ ഫോർ കാർബണേറ്റ് ഓർസ് ആൻഡ് റോസ്റ്റിംഗ് ഫോർ സൾഫൈഡ് ഓർസ്. മക്കളെ 5 ചാപ്റ്ററിൻ്റെ പോയിന്റുകളും അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി 2 ചാപ്റ്ററിൻ്റെ കൂടെ പറഞ്ഞു തരാൻ വേണ്ടി അഞ്ജലി മിസ്സും കൂടെ വരുന്നുണ്ട്. മക്കളെ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രഷായി റിലാക്സ് ആയിട്ട് നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ പോവുക, വെള്ളമൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പോവുക. ഒരു ടെൻഷൻ ഇല്ലാണ്ട് സെറ്റായിട്ട് എഴുതാൻ പറ്റട്ടെ, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അത്യാവശ്യം പഠിക്കാനുള്ളത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടു കഴിയുന്ന എഫേർട്ടൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? മാക്സിമം ഇന്നലെയും മിനിയാന്നൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? ഇന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു. എന്നാൽ പേടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും കൂടെ തലേക്ക് വന്ന് എല്ലാ ചാപ്റ്ററും കൂടെ ഒന്ന് ഓർമ്മല്ലോ ആയിരിക്കും. അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യന്മാർക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ ചാപ്റ്ററും കൂടെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയില്ല. അതെല്ലാം കൂടെ കിട്ടുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ട അതൊന്നുമല്ല. കൂൾ ഓഫ് ടൈമിന് കയറിയിരിക്കുമ്പോൾ പിന്നെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ, അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ അപ്പോൾ വരുള്ളൂ. പിന്നെ എല്ലാ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ ഒഴിവായി. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്നും കൂടെ റിലാക്സ് ആവും. അപ്പോൾ കൂൾ ഓഫ് ടൈമിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ശരി, അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിച്ച്, കിട്ടാത്തതെന്ന് ഒന്നുകൂടെ ഒക്കെ ഇരുന്ന് ആലോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ പോകും. എന്താ കാരണം എന്ന് പറയും, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൂടെ വരുന്നില്ല, അപ്പോൾ നിങ്ങൾ എല്ലാ ടോപ്പിക്കും കൂടെ ആലോചിക്കുന്നില്ല, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ വേഗം ചുരുങ്ങി. അപ്പം അങ്ങനെ നിങ്ങൾ പിന്നെ സെറ്റായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് നിങ്ങൾ പഠിച്ചതെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രം പോരല്ലോ, അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ, പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാനും എഴുതാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹലോ മക്കൾസ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ 2 ചാപ്റ്റേഴ്സ് സെറ്റാക്കി.
ഇന്ന് എക്സാം എഴുതാൻ പോവാണ്. ഒരു ടെൻഷനും വേണ്ട, നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇനി 2 ചാപ്റ്ററും കൂടി ആ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഒന്ന് സെറ്റാക്കിയിട്ട് പോയാൽ എല്ലാം എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് ഞാൻ സമയം കളയാതെ കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഫുൾ കണ്ടന്റും കോൺസെപ്റ്റും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഉറപ്പായിട്ട് വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ടൈം ഒന്ന് നോക്കി പോവുകയാണ്. അപ്പോൾ ചാപ്റ്റർ 4 ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലോയിൻ്റെ ആപ്ലിക്കേഷൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ലോയിൻ്റെയും ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതിൽ ബോയിൽസ് ലോനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഏത് ലോൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു പോവാം. If an inflated balloon is kept in the sunlight, it will burst after some time. ഒരു വീർപ്പിച്ച ബലൂണ് വെയിലത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോവാന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ആവാന്നാണ്. ഓക്കെ, അപ്പോൾ അത് വെയിലത്ത് വെക്കാന്ന് വെച്ചാൽ എന്താ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാന്നാണ് അല്ലേ. അപ്പോൾ വോളിയത്തിനനുസരിച്ച് ടെമ്പറേച്ചറിനനുസരിച്ച് ഓക്കേടാ മക്കളെ, ഒരു മിനിറ്റ്. ഓക്കെ, സെറ്റ് ഒരു മിനിറ്റ്. വോളിയത്തിനനുസരിച്ച് ടെമ്പറേച്ചറിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യുക. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഏത് ലോയാ മക്കളെ? ഏതാ? ചാൾസ് ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെ കിട്ടും. ഇനി അതല്ല, ചാൾസ് ലോന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ മിസ് പറഞ്ഞു തരട്ടെ. ചാൾസ് ലോന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ലൈഫിൽ എവിടെയാണ് ആപ്ലിക്കബിൾ എന്നങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും മക്കളെ ഓർത്തു വെച്ചോ. സമ്മർ സീസണിൽ ചൂടുള്ള സമയത്ത് നമ്മൾ വാഹനങ്ങളുടെ ടയറിൽ ഒരുപാട് കാറ്റ് കയറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. കാര്യം പുറത്ത് ചൂടല്ലേ. അപ്പോൾ എന്തായാലും വോളിയം കൂടും. ചൂട് കൂടുമ്പോൾ വോളിയം കൂടും. ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലേ അക്കോർഡിംഗ് ടു ചാൾസ് ലോ. അപ്പോൾ ഇത് കൂടുമ്പോൾ ഇതും എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമ്മൾ വെയിലത്ത് സമ്മർ സീസണിൽ എന്ത് ചെയ്യുക? കുറച്ച് മാത്രം കാറ്റടിക്കുക, അല്ലെങ്കിൽ ടയർ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ കാരണമാവും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഒന്ന് മൈൻഡിൽ വെച്ചേക്ക് കേട്ടോ, എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ആസ് ദ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. നമ്മൾ എന്ത് ചെയ്യാണ്? ബലൂൺ വീർപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തം വോളിയം കൂടുകയാണ്. മക്കളെ, വീർപ്പിക്കാന്ന് വെച്ചാൽ അതിനുള്ളിലേക്ക് എയർ കടത്തി വിടാന്നല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടുമ്പോൾ വോളിയം കൂടും. ഏത് ലോയാ മക്കളെ? അവഗാഡ്രോ ലോ ആണ് അല്ലേ, അവഗാഡ്രോ ലോ. Next, the size of air bubble rising from the bottom of a water body gradually increases. ഒരു വാട്ടർ ബോഡി, അക്വേറിയം എന്ന് ചോദിക്കാം നിങ്ങളോട്. അക്വേറിയത്തിൽ എയർ ബബിളിന്റെ സൈസ് താഴ്ന്ന് മുകളിലേക്ക് വരുന്നവരും എയർ ബബിളിന്റെ സൈസ് ചെറുതാവുന്നു. കാരണം എന്താ മക്കളെ? അക്വേറിയം എനി വാട്ടർ ബോഡി ആയിക്കോട്ടെ, അതിന്റെ താഴെ ബോട്ടം ഓഫ് ദ വാട്ടർ ബോഡി പ്രഷർ ഹൈയാ. പ്രഷർ കൂടിയാൽ വോളിയം എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലേ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. ആ പ്രഷർ കൂടുമ്പോൾ എയർ ബബിളിന്റെ സൈസ് എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും, അപ്പോൾ വോളിയം കുറവായിരിക്കും. ഇനി മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറവാണ്, അപ്പോൾ വോളിയം എന്താണ് മക്കളെ? കൂടുതലാണ്, ഇൻക്രീസ് ചെയ്യും. സെറ്റ്. അപ്പോൾ അത് ഏത് ലോ ആണ് മക്കളെ? അതാണ് നമ്മുടെ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ ബി പാർട്ടായിട്ട് നമ്മുടെ പ്രോബ്ലം കൂടി വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The molecular mass of SO2 is 64. ഞാൻ പറഞ്ഞില്ലേ GAM GMM ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ മക്കളെ. ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM ഓഫ് SO2 എന്ന് പറയുന്നുണ്ട്. 1 GMM SO2 ആയിക്കോട്ടെ CO2 ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ 1 GMM ആണെങ്കിൽ അതിൻ്റെ മാസ് എത്രയാ? എത്രയാണോ അതിൻ്റെ മോളിക്കുലാർ മാസ് അതിനെ ഗ്രാമിൽ പറയുക. 64 ആടാ, 64 ഗ്രാം. ഒന്നും കൂടി ആ കോൺസെപ്റ്റ് മിസ് പറഞ്ഞു തരട്ടെ മക്കളെ. 1 GAM എന്ന് പറഞ്ഞാൽ എത്രയാണോ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് അതിനെ ഗ്രാമിൽ പറയുക. 1 GMM എന്ന് പറഞ്ഞാൽ എത്രയാണോ ആ ആറ്റത്തിന്റെ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് അതിനെ ഗ്രാമിൽ പറയുക. അത്രയേ ഉള്ളൂ. Okay, അപ്പോൾ 64 gram. Next, find the number of molecules in 1 GMM of SO2. 1 GAM ആയിക്കോട്ടെ 1 GMM ആയിക്കോട്ടെ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് മക്കളെ? അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23 അല്ലേ. സെറ്റ്. അപ്പോൾ മക്കളെ നോക്കിക്കോ, 1 GAM-ൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, 1 GMM-ൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. കമന്റ് ബോക്സ് ഫുൾ ആൻസർ പറയണം കേട്ടോ. അടിപൊളി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ? 6.022 into 10⁻23.
സെറ്റ് അടിപൊളി അടിപൊളി മക്കളെ. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 320 gram ഓഫ് SO2. 320 gram SO2ന്റെ നമ്പർ ഓഫ് മോൾസ് വേണം. ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന 3 ഇക്വേഷൻ മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതേ മക്കളെ, നമുക്ക് തന്നിട്ടുള്ളത് മാസ് ആണ്, വേണ്ടുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ മാസ് ബൈ എന്താ, ആ മോളിക്യൂൾ ആണോ ആറ്റം ആണോ, മോളിക്യൂൾ ആണല്ലേ, SO2 മോളിക്കുലാർ മാസ്. ഓക്കെ മക്കളെ, ഗിവൺ മാസ് എത്രയാ ക്വസ്റ്റ്യനിൽ 320 gram ഡിവൈഡഡ് ബൈ 64 which is equal 5 mol. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ ആൻസർ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഓടിപ്പോവാം. A sample of CO2 contain 176 gram of CO2 കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സാമ്പിൾ അറ്റ് STP എന്നാണ് പറയുന്നത്. ഇത് STPയിലാണെങ്കിൽ ഇതിൻ്റെ വോളിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ഒരു മാസ് മാത്രമാണ്. എ പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാം. നമുക്ക് തന്നിട്ടുള്ളത് മാസ് ആണ് 176 gram. വേണ്ടുന്നത് STPയിലാണെങ്കിലുള്ള വോളിയമാണ്. മക്കളെ സിമ്പിളായിട്ട് മാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോള് കണ്ടുപിടിച്ചൂടെ? മാസ് ഉണ്ടെങ്കിൽ മോള് കണ്ടുപിടിക്കാം. മോൾ ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ മക്കളെ നോക്കിക്കോ, മോൾ ഉണ്ട്, മോള് വേണം, മാസാണ് തന്നിട്ടുള്ളത്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റം ആണോ മോളിക്യൂൾ ആണോ, ആ മോളിക്യൂൾ ആണല്ലേ CO2. അപ്പോൾ മോളിക്കുലാർ മാസ് വേണം. ഒന്നെങ്കിൽ ഈ ഹിൻ്റൊക്കെ വെച്ച് സൈഡിൽ പോയി കണ്ടുപിടിക്കുക. CO2 ഒരു കാർബൺ എന്ന് പറയുന്നത് 12 ആണ്, പ്ലസ് ഒരു ഓക്സിജൻ 16 ആണ്. അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, അങ്ങനെ 2 ഓക്സിജൻ. അപ്പോൾ 12 + 32 which is equal 44 എന്ന് വരും അല്ലേ? പഠിച്ചു വെക്കുക ചില ആൾക്കാരുടെ. 44 gram ആണ് നമ്മുടെ CO2ന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. സോ 176/44 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 176/44 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും ആൻസർ? 4 mol എന്ന് കിട്ടും. കറക്റ്റ്, 4 mol എന്ന് കിട്ടും. അപ്പോൾ മോള് കിട്ടി. മക്കളെ മോൾ ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം. എന്താ കണക്ഷൻ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4. മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് വേണം? മോൾ ഇൻറ്റു 22.4. മോൾ എത്രയാ? 4 ഇൻറ്റു 22.4 which is equal 89.6 ലിറ്റർ എന്ന് കിട്ടും. സെറ്റ്. എന്ത് ഇക്വേഷൻ എഴുതിയാലും, എന്ത് ഫൈനൽ ആൻസർ എഴുതിയാലും അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത് മക്കളെ. സോ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ B പാർട്ടായിട്ട് വരുന്നുണ്ട്. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് വി ബേൺ ടു ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് CO2? നിങ്ങൾ ഈ പറഞ്ഞ 4 മോള് CO2 വേണമെങ്കിൽ എത്ര ഗ്രാംസ് ഓഫ് കാർബൺ ബേൺ ചെയ്യണം? ഇതൊരു കറങ്ങി വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ ഇക്വേഷൻ ഒക്കെ തന്നിട്ടായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയല്ല ഇത് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ബേൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന CO2 ഇല്ലേ, ഇവിടെ ഇത്രയും എമൗണ്ട് ഓഫ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ 4 mol CO2, അത്രയും ഉണ്ടാകാൻ എത്ര കാർബൺ ആയിരിക്കും ബേൺ ചെയ്തിട്ടുണ്ടാവുക? മക്കളെ അത് കണ്ടുപിടിക്കാൻ ആദ്യം അങ്ങോട്ട് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ബാലൻസ് ചെയ്തേക്കാണോ എന്ന് നോക്കാം. അപ്പോൾ ഒരു കാർബൺ ഓക്സിജൻ 2 ബാലൻസ്ഡ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതെ 1 mol കാർബൺ വേണം 1 mol CO2 ഉണ്ടാവാൻ. എങ്ങനെയാ 1 mol മിസ്സിന് കിട്ടിയത്? ഫ്രണ്ടിലുള്ള നമ്പർ പറഞ്ഞാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഒന്നുണ്ട്. 1 mol കാർബൺ ബേൺ ചെയ്താൽ 1 mol CO2 ഉണ്ടാവും. ക്വസ്റ്റ്യൻ എന്താടാ? 4 mol കാർബൺ ഡയോക്സൈഡിന് എത്ര വേണം? 1 molന് 1 ആണെങ്കിൽ 4 molന് എത്രയാ? 4 mol കാർബൺ വേണം. സിമ്പിൾ. സോ ഓപ്ഷൻ ബിയുടെ ആൻസർ 4 mol കാർബൺ ആണ് കേട്ടോ. ഓക്കെ, തീർന്നിട്ടില്ല. നമ്മളോട് മോൾ ആരും ചോദിച്ചില്ല. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെറ്റ്. മക്കളെ മോൾ ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ കാർബൺ. ആറ്റം അല്ലേ? ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്. അപ്പോൾ മാസ് ബൈ 12. സോ മാസ് കാണാൻ എന്ത് ചെയ്യാം? നമുക്ക് 12നെ ഇൻറ്റു ചെയ്യാം 4 കൊണ്ട്, വിച്ച് ഈസ് ഈക്വൽ 8 4 അല്ലേ? 48 എന്ത് മാസ് ആയതുകൊണ്ട് ഗ്രാം. സെറ്റ്. കറങ്ങി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാനായിരിക്കും ചാൻസ്. ഇന്നലെ നമ്മൾ മീഥൈൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് നമ്മുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും. മക്കളെ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. 2H2 + O2 gives 2H2O.
the equation of the formation of water ആണ് തന്നിട്ടുള്ളത്. What is the mass of oxygen needed to get 36 gram of water? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മിസ് ഒന്ന് ഇതാണ്. 2H2 plus O2 gives 2H2O. Okay. What is the mass of O2? എന്താണ് ഓക്സിജന്റെ മാസ് ടു ഗെറ്റ് 36 gram of water? 36 gram വാട്ടർ കിട്ടാൻ എത്രയാണ് ഓക്സിജന്റെ മാസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ ഇതിന്റെ ഒന്ന് പറയോ, ഇത് എത്ര മാസ് ഉണ്ട്, എത്ര മോൾ ഉണ്ട് എന്നൊക്കെ പറ. മാസ് പറയാനായിട്ട് ഏറ്റവും എളുപ്പം മോള് പറയാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓക്സിജനും വാട്ടർ മാത്രം മതിയല്ലോ, ഹൈഡ്രജൻ വേണ്ട. അപ്പോൾ ഹൈഡ്രജൻ അവിടെ നിൽക്കട്ടെ. 1 മോൾ ഓക്സിജൻ ചേർന്നാൽ, നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ചേർന്നാൽ 2 മോൾ വാട്ടർ ഉണ്ടാകും. കറക്റ്റ് അല്ലേ? ആണ്. 1 മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്രയാ? 1 മോൾ O2 ആണ്. അപ്പോൾ എത്രയാ? 1 മോൾ എന്ന് പറയുമ്പോൾ എത്രയാണോ ആ മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് അത് ഗ്രാമിൽ പറഞ്ഞാൽ മതി. O2 എന്ന് പറയുമ്പോൾ എത്രയാ? 32 gram ആണ് അല്ലേ? അപ്പോൾ 32 gram ഓക്സിജൻ ചേർന്നാൽ 2 മോൾ വാട്ടർ ഉണ്ടാകും. മക്കളെ 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ഗ്രാമാ. 2 മോൾ എന്ന് വെച്ചാൽ എന്താ? 36 ഗ്രാമാ. എടാ 36 ഗ്രാമിന് അപ്പോൾ എത്ര വേണം? 32 ഗ്രാം വേണം. ആൻസർ ആയി. ഓപ്ഷൻ എയുടെ ആൻസർ എന്താ? ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ എന്താ മക്കളെ? 32 gram. 32 gram. സിമ്പിൾ. അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് 36 മാറ്റി വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ, വേറൊരു നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തൊക്കെ വന്നേനെ. ഓക്കെ, ഇതിപ്പോൾ ഡയറക്റ്റ് ആയിരുന്നു. ഫൈൻഡ് ദ വോളിയം ഓഫ് H2. ഇനിയിപ്പോൾ ഇവർക്ക് മാസും വേണ്ട, മോളും വേണ്ട, വോളിയം വേണം. ഫൈൻഡ് ദ വോളിയം ഓഫ് H2 ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 liter of H2O vapor at STP. ഒന്നും കൂടി മക്കളെ, ഫൈൻഡ് ദ വോളിയം ഓഫ് H2. ഈ H2ന്റെ വോളിയം വേണം ടു ഗെറ്റ് 22.4 liter of water. ഓക്കെ, ആദ്യം മോൾ ഒന്ന് പറയാം. 2 മോൾ ഹൈഡ്രജന് 2 മോൾ വാട്ടർ വേണം. കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് അല്ലേ? ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് 22.4 liter എന്ന് വെച്ചാൽ 1 മോൾ വാട്ടർ ആണെങ്കിൽ എത്ര വേണം? 1 മോൾ ആണെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ വേണം. 2 മോളിന് 2 മോൾ ഉണ്ടായെങ്കിൽ 1 മോൾ ഉണ്ടാകാൻ 1 മോൾ വേണം. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ എന്താ? 1 മോൾ ഹൈഡ്രജന്റെ മാസാണ് ക്വസ്റ്റ്യൻ മക്കളെ. 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ ആരെ എടുത്താലും മറ്റേ STP എത്രയായിരിക്കും? വോളിയം എന്ന് പറയുന്നത് 22.4 liter ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ദെൻ ഫൈൻഡ് ദ വോളിയം ഓഫ് H2 ഗ്യാസ് ടു ഗെറ്റ് 22.4 liter. അത് നമ്മൾ ചെയ്തു. ദെൻ ഇഫ് ഇറ്റ് ടേക്ക് 4 gram of hydrogen, how much gram of oxygen should be taken to react completely with this hydrogen? നമ്മൾ 4 gram hydrogen ആണ് എടുക്കുന്നതെങ്കിൽ എത്ര gram oxygen വേണം? ഇത് എത്ര gram ഉണ്ട്? 2 into 2 4 gram ഉണ്ട്. ഇത് 4 gram ഉണ്ട്. 4 ഗ്രാമിന് എത്ര വേണം മക്കളെ? 32 gram വേണം. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 32 gram. ഇനി 4 gram അല്ല 16 എന്നോ അല്ല 8 എന്നോ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വന്നേനെ. ഇപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ ഇതിനകത്ത് ഇനി വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടി എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടി ഇതിൽ ഏതാണെന്നാണ് പറയുന്നത്. ദ മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. എടാ ഇവർ നമ്മൾ ഗ്യാപ്പില്ല, നമ്മുടെ സോളിഡ് പോലെയല്ല അല്ലെങ്കിൽ ലിക്വിഡ് പോലെയല്ല. ഗ്യാസ് മോളിക്യൂൾസിന് ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? റാൻഡംലി മൂവ് ചെയ്യും, പെട്ടെന്ന് റാൻഡംലി മൂവ് ചെയ്യും ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ അത് ഓർത്ത് വെക്കുക, അത് ഗ്യാസ് മോളിക്യൂളിന്റെ പ്രത്യേകതയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ ഇസ് വെരി ഹൈ. അടുത്തടുത്ത് നിന്നാലേ അട്രാക്ഷൻ ഉള്ളൂ, ഗ്യാപ്പിൽ നിന്ന് അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഗ്യാസ് മോളിക്യൂളിന്റെ അല്ല. As the collision of molecules are perfectly elastic, there is no loss of energy. കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾസിന് ഇടയ്ക്കുള്ള കൊളിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അവിടെ എനർജി ലോസ് ഒന്നുമില്ല. The distance between molecule is very less. നല്ല ഗ്യാപ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം ഇതുമല്ല. അപ്പം പ്രോപ്പർട്ടി ഒന്ന് വായിച്ചു വെക്കാൻ. നിങ്ങൾ ചിലപ്പം ഈ ഒരു ഏരിയ വിട്ട് കളയൂ കേട്ടോ. അതുകൊണ്ട് മിസ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തതാണ്. ആൻഡ് ഇതിൽ നിന്ന് ഇനി വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരാണ്. നമ്മുടെ STPയിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. GAM, GMM, STP, നമ്പർ ഓഫ് മോൾസ്. ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും പഠിക്കാതെ പോകരുത് ഈ ചാപ്റ്ററിൽ നിന്ന്. മക്കളെ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് എ വോളിയം ഓഫ് 224 ഓക്കെ 2240 ലിറ്റർ അറ്റ് STP എന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദ ഗിവൻ സാമ്പിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് വേണം.
നമ്പർ ഓഫ് മോൾസ് വേണം. തന്നിട്ടുള്ളത് എന്താ മക്കളെ? തന്നിട്ടുള്ളത് വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ചെയ്യാൻ ഡൗട്ട് ഒന്നുമില്ല. പോയിന്റ്സ് ആണെങ്കിൽ മുകളിൽ താഴെയും എന്ത് ചെയ്യാം? നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഡെസിമൽ പോയിന്റ് അല്ലേ? അപ്പോൾ 2240 ഇൻറ്റു 10 ആൻഡ് 22.4 ഇൻറ്റു 10 ചെയ്താൽ മതി. സിമ്പിൾ ഐറ്റംസ് ഒന്ന് പറഞ്ഞു തരാണേ. അപ്പോൾ അതേ 22400 വരും. താഴെ പോയിന്റ് മാറും, 224 ആകും. അപ്പോൾ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ എത്ര കിട്ടും? 100 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 100 മോൾസ്. അപ്പോൾ മറക്കരുത് കേട്ടോ, 100 മോൾസ്. Set. Next question. Find the number of molecules of carbon dioxide equal to the sample of ammonia. മക്കളെ ഇത്രയും വോളിയം ഉള്ള സാമ്പിൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എടുത്താൽ അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ? നമ്പർ ഓഫ് മോൾസ് അവിടെയും എത്ര തന്നെയാ? ഇപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 നോക്കിയാലും എന്താ? ഇതേ ഡിവൈഡ് ബൈ 22.4, 100 മോൾസ് എന്ന് തന്നെ കിട്ടും. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 മോളിൽ 6.022 ഇൻറ്റു 10⁻23 ആണെങ്കിൽ 100 മോളിൽ എത്രയാണ്? 100 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ 396 gram ഓഫ് കാർബൺ ഡയോക്സൈഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. നമ്പർ ഓഫ് മോൾസ് വേണം. നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. തന്നിട്ടുള്ളത് മാസമാണ്. അപ്പോൾ 396 ബൈ എന്ത് ചെയ്താൽ മതി? 44 ചെയ്താൽ മതി. ആൻസർ എത്ര വരും? 6 വരും അല്ലേ? അല്ല 4 വരും. ഓക്കെ, 4 അല്ലല്ലോ, 396 ബൈ 44 അല്ലേ? അപ്പോൾ 44 ഓക്കെ 14 വരും അല്ലേ? കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ പെട്ടെന്ന്. അത്ര വേണ്ടല്ലോ. 44 ഇൻറ്റു എത്ര വരും? 9 വരും അല്ലേ? ഓക്കെ, സെറ്റ് 9 എന്ന് കിട്ടും. 9 മോൾസ് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 44 ഇൻറ്റു 9 396. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് റിലേഷൻ തരും. അതിനകത്ത് എക്സ് വൈയോ അങ്ങനെ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. ദെൻ ഇത് ഏത് ലോയുമായിട്ട് റിലേറ്റഡ് ആയെന്ന് നോക്കും. ദെൻ വോളിയം തന്നിട്ടുണ്ട് മക്കളെ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പറഞ്ഞേ വോളിയം 500, 100, 1000, ദെൻ എത്രയാണെന്ന് വരും അല്ലേ? അപ്പം ഞാൻ നോക്കിക്കോ, എപ്പോഴും V/T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആണല്ലോ, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? V/T ഈക്വൽ എ കോൺസ്റ്റന്റ്. ഇവിടെ 500/100 എടുത്താൽ എത്ര കിട്ടും? 5 എന്ന് വരും. എത്ര വരും? 5. 500/100 എത്രയാ? 5. ആ 5 ആയിരിക്കും കോൺസ്റ്റന്റ്. നിങ്ങൾ ഈ 1000/1000 ഇവിടെയുള്ള വാല്യൂ എക്സ് ചെയ്താലും എത്ര കിട്ടും? 5 കിട്ടും. ആണല്ലോ, അപ്പോൾ എത്രയാണ് എക്സിൻ്റെ വാല്യൂ? 1000/5. 1000/5 എത്ര കിട്ടും? മക്കളെ? 200 എന്ന് വരും അല്ലേ? അപ്പോൾ ആൻസർ എന്ത് എഴുതാം? 200. ഇനി ഇവിടുത്തെ വാല്യൂ നോക്കിയാലും എന്ത് വരും നിങ്ങൾക്ക്? V/T y ഇവിടെ എഴുതാണ് മിസ്. y/300 എന്ന് പറയുന്നത് എത്ര കിട്ടണം? 5 കിട്ടണം. അപ്പോൾ y എത്രയാ? ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 300 ഇൻറ്റു 5 ദാറ്റ് ഇസ് 1500. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ആയി എക്സും വൈയും. നെക്സ്റ്റ് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. വോളിയം ടെമ്പറേച്ചറും എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്, അഥവാ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് എഴുതണം. ഓക്കെ, വിച്ച് ഗ്യാസ് ലോ ഇസ് റിലേറ്റഡ്? വിയും ടിയും പറയുന്നത് ഏത് ലോയാ മക്കളെ? ചാൾസ് ലോ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നമ്മുടെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തേക്കാണ് മിസ്. നീ നോക്കിക്കോ, നമ്മുടെ
NaOH ൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. NaOH എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റിക് സോഡ. മറക്കരുത് കേട്ടോ. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH നെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് കോസ്റ്റിക് സോഡയാണ്. എന്താണ്? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ്, write the name of industrial production of this compound. ഇതിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ നമ്മൾ എന്താ പറയുക? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് ക്ലോർ ആൽക്കലി പ്രോസസ്. ക്ലോർ ആൽക്കലി പ്രോസസ്. മക്കളെ, അമോണിയയുടെ പ്രിപ്പറേഷനെ നമ്മൾ പറയുന്നതാണ് ഹേബർ പ്രോസസ്. ദെൻ NaOHന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറയുന്നതാണ് ക്ലോർ ആൽക്കലി പ്രോസസ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ ആണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. വൈ ദ കോസ്റ്റിക് സോഡ ഇസ് കൺസിഡർഡ് ആസ് ആൻ ആൽക്കലി? ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അറീനിയസ് തിയറി എന്താണെന്ന് പറയാൻ വരും. മക്കളെ, NaOH എന്ന് പറയുന്നത് ആൽക്കലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം ഇതിനകത്ത് OH- അയോൺസ് ഉള്ളതാണ്. അതാണ് അറീനിയസ് പറഞ്ഞു തന്നത്. HCl, HNO3 ഇതൊക്കെ H+ അയോൺ ഉണ്ട്. അതുകൊണ്ട് അതെന്താവും? അക്വസ് സൊല്യൂഷനിൽ വെള്ളത്തിലിടുമ്പോൾ H+ അയോണുകളെ തരുന്നവരെയൊക്കെ നമുക്ക് ആസിഡ്സ് എന്ന് വിളിക്കാം. OH- തരുന്നവരെയൊക്കെ നമുക്ക് ആൽക്കലീസ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സൾഫ്യൂരിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ്, നമ്മളിപ്പോൾ പറഞ്ഞു എന്താ? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. കോണ്ടാക്ട് പ്രോസസ്. നെക്സ്റ്റ്, വിച്ച് ഇസ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഹിയർ? ഏത് കാറ്റലിസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വനേഡിയം പെൻഡോക്സൈഡ്, V2O5. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്. വെൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് ആഡഡ് ടു എ ഷുഗർ, ബ്ലാക്ക് സബ്സ്റ്റൻസ് ഇസ് ഫോം. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ്. മക്കളെ, ഷുഗർ എന്ന് പറഞ്ഞാൽ C12H22O11 ആണ്. ഇതിലേക്ക് നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ മൂപ്പർക്ക് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇതിലെ വെള്ളവും കൊണ്ടുപോകും. വെള്ളം എന്ന് വെച്ചാൽ H2Oയും കൊണ്ടുപോകും. ബാക്കി ആരുണ്ട്? കാർബൺ ഉണ്ട്. ഈ കാർബൺ ആണ് ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മറക്കാണ്ട് പഠിക്കണേ മക്കളെ. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പളിൻ്റെ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ മിക്കവാറും ഈ ഇക്വേഷൻ ആയിരിക്കും SO2ൻ്റെയോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മക്കളെ നോക്കിക്കോ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. When does a reversible reaction attain equilibrium? എപ്പോഴാണ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുമ്പോൾ, പുരോപ്രവർത്തനവും പശ്ചാത്തലപ്രവർത്തനവും നിരക്ക് ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുക. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ച് ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്? NO2ന്റെ പ്രൊഡക്ഷനെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, സിസ്റ്റം എന്ത് ചെയ്യും? കുറയ്ക്കാൻ നോക്കും. കുറയണമെങ്കിൽ ചൂടുള്ളടുത്ത് പോവോ ചൂടില്ലാത്തടുത്ത് പോവോ? എല്ലാവരും ഇങ്ങോട്ട് പോവും അല്ലേ? അപ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസസ്. എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും മക്കളെ. സെക്കൻഡ് വൺ നെക്സ്റ്റ് നോക്കിക്കോ. ഇൻക്രീസ് ഇൻ പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അതിന് നമ്പർ ഓഫ് മോൾസ് അറിയണം. ഇവിടെ 2 മോള് 1 മോള്, ടോട്ടൽ 3 മോള്. ഇവിടെയോ 2 മോള്. മക്കളെ, നമ്മൾ പ്രഷർ എന്ത് ചെയ്തു? കൂട്ടി. സിസ്റ്റം എന്ത് ചെയ്യും? കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയണമെങ്കിൽ ആള് കൂടിയെടുത്ത് പോകണോ കുറഞ്ഞെടുത്ത് പോകണോ? കുറഞ്ഞെടുത്തേക്ക് പോകണം. എല്ലാവരും അങ്ങോട്ട് പോവും. അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? NO2ന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ്. നെക്സ്റ്റ്, തേർഡ്, NO2 ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. NO2 എടുത്ത് കളയാണ്. സിസ്റ്റം എന്ത് ചെയ്യും? NO2 എങ്ങനെയെങ്കിലും കൂട്ടാൻ നോക്കും. NO2 എങ്ങനെ കൂടും? അവിടെ നിന്ന് എല്ലാവരും NO2 ആയാൽ കൂടും. അപ്പോൾ എമൗണ്ട് ഓഫ് NO2 എന്ത് ചെയ്യും? ഇൻക്രീസസ്. അപ്പോൾ ഇങ്ങനെ കൂടും കുറയും അങ്ങനെ പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഏത് ഇക്വേഷനിലാണ് പ്രഷറിന് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്? നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതിലാണോ നമ്പർ ഓഫ് മോൾസ് സെയിം അതിലാണ് പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്തത്. ഇവിടെ 1 മോള്, ഇവിടെ 3 മോള്, ടോട്ടൽ 4 മോള്. ഇവിടെയോ 2 മോള്. അപ്പോൾ ഇതിന് പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. ഇവിടെ 1 മോള് ചേർന്ന് 2 മോള് ടോട്ടൽ, ഇവിടെയും 2 മോള്. ഇയാൾക്കാണ് പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്തത്. ഇവിടെ 3, ഇവിടെ 2, ഇവിടെയും പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, പ്രഷർ ഹാസ് നോ എഫക്റ്റ്
എഫക്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനും H2+I2 ഗീവ്സ് റിവേഴ്സിബിളി ഗീവ്സ് 2HI. ഇതിനും എന്തില്ല? പ്രഷർ ഹാസ് നോ എഫക്റ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ്റെ ഫുൾ ഇക്വേഷൻ മിസ് ഒന്ന് പറയുകയാണേ മക്കളെ. സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്നാൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. അത് V2O5 എന്ന് പറയുന്ന നമ്മുടെ വനേഡിയം പെൻഡോക്സൈഡുമായിട്ട് ചേർന്നാൽ SO3 ഉണ്ടാകും. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ഒഴിക്കുമ്പോൾ H2S2O7 എന്നുള്ള ഒലിയം ഉണ്ടാകും. ഈ ഒലിയത്തിലേക്ക് H2O ആഡ് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പോൾ എക്സും വൈയും നമ്മൾ കണ്ടുപിടിച്ചു, കാറ്റലിസ്റ്റ് ഏതാണെന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് SO3യിൽ വാട്ടർ ആഡ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയില്ല? മക്കളെ അതിൻ്റെ റീസൺ മിസ് പറഞ്ഞു തരാണേ. ഇത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. രണ്ടാമത്തെ പോയിന്റ് മക്കളെ, SO3യും H2Oയും ചേർന്ന് ആദ്യം കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുമല്ലോ. ആദ്യം ഉണ്ടാവുന്ന സൾഫ്യൂരിക് ആസിഡ് ഒരു ഫോഗ് പോലെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഡിസൊല്യൂഷൻ നടക്കൂല. അപ്പോൾ എന്താ? ഇനിഷ്യലി ഫോംഡ് സൾഫ്യൂരിക് ആസിഡ് പാർട്ടിക്കിൾ വിൽ ആക്ട് ആസ് എന്താ ബിഹേവ് ലൈക്ക് എന്താണ് ഒരു സ്മോഗ് പോലെ, മഞ്ഞ് പോലെയുള്ള കണങ്ങളായിട്ട് അവിടെ നിൽക്കും. വിച്ച് വിൽ ഹിൻഡർ ഫർദർ ഡിസൊല്യൂഷൻ. അത് വീണ്ടുമുള്ള ഡിസൊല്യൂഷൻ തടയും. മക്കളെ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു നമ്മുടെ എക്സാം അടുപ്പിച്ചൊരു 3 ദിവസം വരെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി മാർക്കൊക്കെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എക്സാം എങ്ങനെയുണ്ടെന്നൊക്കെ മക്കളുമാർ പറയുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പം നമുക്ക് ഇനി 11th ജോയിൻ ചെയ്യുക. അഗ്നി ബാച്ചിലൊക്കെ കാണുന്ന നമ്പറിൽ അഡ്മിഷൻ എടുക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അഗ്നി ബാച്ചിലൊക്കെ കാണാം. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടാകുന്ന മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ.